പ്രിയപ്പെട്ടവരെ, ഒ.വി. വിജയന്റെ ലോകങ്ങൾ, ഒ.വി. വിജയൻ എന്ന ആദ്യ ഭാഗത്തോളം ഇഷ്ടം ലോകങ്ങൾ എന്ന രണ്ടാമത്തെ വാക്കിനോടും ഉണ്ട്. ലോകങ്ങൾ ലോകങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ഒരു കാലാണ്. സ്വേച്ഛാധിപതികൾ ഏകവചനത്തിൽ മാത്രം വിശ്വസിക്കുന്നവരാണ്. നമ്മളെപ്പോലുള്ള സാധാരണ മനുഷ്യർ അനിവാര്യമായും നമ്മൾ ജനാധിപത്യ ബോധത്തിന്റെ ഭാഗമായി ബഹുവചനങ്ങളിൽ വിശ്വസിക്കുക തന്നെ വേണം. അതുകൊണ്ട് നമുക്ക് അമ്മ അച്ഛൻ എന്നൊക്കെ പറയുന്ന പോലെ, ഉമ്മ ബാപ്പ എന്നൊക്കെ പറയുന്ന പോലെ ലോകങ്ങൾ ലോകങ്ങൾ എന്ന് പറയേണ്ട ഉത്തരവാദിത്വമുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് ശരിക്കും മനുഷ്യരായി ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. ആവർത്തിക്കട്ടെ, അധികാരികൾക്ക്, സ്വേച്ഛാധിപതികൾക്ക് ലോകം ഒന്നേ ഉള്ളൂ. ആ അധികാരത്തിന്റെയും അടിമത്തത്തിന്റെയും ലോകം ആണ്. കലാകാരന്മാർക്ക്, അത് വിജയനാവട്ടെ, മറ്റേതെങ്കിലും കലാകാരിയോ കലാകാരനോ ആവട്ടെ, കലാകാരന്മാർക്ക് പല ലോകങ്ങൾ ഉണ്ട്. വിജയൻ വളരെ പ്രഖ്യാതമായിട്ടുള്ള ഈ മാനിഫെസ്റ്റോ അവതരിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ കൃതിയായ, അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസ് ആയിട്ടുള്ള ഖസാക്കിന്റെ ഇതിഹാസത്തിൽ. അത് പ്രസിദ്ധമാണ്. സത്യം പലത് എന്നുള്ളത്. സത്യങ്ങൾ ഒരുപാടുണ്ട്, ഒന്നല്ല സത്യം. അതിനു മുമ്പിൽ മുട്ടുകുത്തുക എന്ന് പറയും സ്വേച്ഛാധിപതികൾ. പക്ഷെ വിജയം പറയും, ജനാധിപത്യവാദിയായ ആ കലാകാരൻ പറയും, സത്യം പലത്. ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ പൂതപ്പാട്ട് എന്ന കവിത വിജയന് വളരെ ഇഷ്ടമായിരുന്നു. പൂതപ്പാട്ടിലെ ഒരുപാട് സന്ദർഭങ്ങൾ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു, ഹൃദിസ്ഥമായിരുന്നു. ഒരു ഘട്ടത്തിൽ വിജയൻ തന്റെ സുഹൃത്ത് സംഘത്തിൽ ആ വരികൾ ആലപിക്കാറുണ്ടായിരുന്നു. അദ്ദേഹം ആവർത്തിച്ച് ആലപിക്കാൻ ഇഷ്ടപ്പെട്ട വരി ഏതാണ് എന്ന് സുഹൃത്തുക്കളിൽ നിന്ന് ചോർന്നു കിട്ടിയിട്ടുണ്ട്. അത് തിട്ടമതാർക്കറിയാം എന്ന വരിയാണ്. ഒന്നും ഉറപ്പിച്ചു പറയാൻ പറ്റൂല. തിട്ടമതാർക്കറിയാം എന്നുള്ള പല വഴികൾ, പല ലോകങ്ങൾ, നാനാർത്ഥങ്ങൾ, പല ഉറപ്പുകൾ, പല ഭാവങ്ങൾ, പല അഭാവങ്ങൾ, പല ആശങ്കകൾ, ആശകൾ, ഇതൊക്കെ ചേർന്നതാണ് ലോകം. തിട്ടമതാർക്കറിയാം എന്ന വിചാരം വിജയന്റെ അടിസ്ഥാനപരമായ ദർശനമാണ് എന്ന് വാദിക്കാൻ ആഗ്രഹിക്കുന്നു. പല വ്യാഖ്യാനങ്ങളും ആഖ്യാനങ്ങളുമുണ്ട്, പല ശബ്ദങ്ങളുണ്ട്, പല മൗനങ്ങളുണ്ട്. ചില കാര്യങ്ങൾക്ക് നമുക്ക് പേരിട്ട് വിളിക്കാനും പറ്റില്ല. ഇതൊക്കെ ചേർന്നതാണ് ജീവിതം, ലോകം എന്നുള്ള വിചാരം അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് വിജയനെ നിർവചിക്കാൻ അല്ലെങ്കിൽ നിർവഹിക്കാൻ നമുക്ക് നന്നായി ഉപയോഗിക്കാവുന്ന ഒരു വാക്കാണ് ലോകങ്ങൾ എന്നുള്ളത്. ഈ പേര് തെരഞ്ഞെടുത്ത ആരും എനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹത്തിന് നമസ്കാരം. പല ലോകങ്ങൾ എന്ന അറിവ് കല തരുന്ന പ്രാഥമികമായ പാഠം ആണ്. അത് തൃശ്ശൂർ നഗരത്തിൽ വെച്ച് പറയുമ്പോൾ ഒരു സൗകര്യമുണ്ട്. തൃശ്ശൂർ നഗരത്തിന് ഒരു കേന്ദ്രമുണ്ട്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പ്രസിദ്ധീകരിച്ച ആദ്യത്തെ പുസ്തകത്തിൽ ആദ്യത്തെ വരി ഇതാണ്: തൃശ്ശൂർ നഗരത്തിന് ഒരു കേന്ദ്രമുണ്ട് എന്നുള്ളത്. അത് ഞാനിവിടെ ആവർത്തിക്കുകയാണ്. തൃശ്ശൂർ നഗരത്തിന് ഒരു കേന്ദ്രമുണ്ട്. അത് വടക്കുന്നാഥ ക്ഷേത്രമാണ്. ആ ക്ഷേത്രക്കെട്ടിന് ചുറ്റുമായിട്ടാണ് തൃശ്ശൂർ നഗരം ഉണ്ടായി വന്നുകൊണ്ടിരിക്കുന്നത്. തൃശ്ശൂർ നഗരത്തും ഇപ്പോഴും അതിന്റെ വളർച്ച പൂർത്തീകരിച്ചിട്ടില്ല. ഇങ്ങനെ വയലുകളൊക്കെ ഉപയോഗിച്ച് തൃശ്ശൂർ നഗരം വളർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിന്റെ കേന്ദ്രത്തിലുള്ളത് വടക്കുന്നാഥ ക്ഷേത്രം ആണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു കലാഖ്യാനത്തിന് പല പല കേന്ദ്രങ്ങൾ ഉണ്ട്. ഒറ്റ കേന്ദ്രമല്ല. തൃശ്ശൂർ നഗരം പോലെയല്ല ഒരു കലാഖ്യാനം. കലാ സമാന്തര വ്യവസ്ഥയാവുന്നത്, അല്ലെങ്കിൽ ഒരു എതിർ ഇടം, ഒരു കൗണ്ടർ ടെക്സ്റ്റ് ആവുന്നത് ഈ ബഹുത്വത്തിന്റെ കളിയാട്ടം നടക്കുന്നത് കൊണ്ടാണ്. ഒരു കലാകൃതിയെ നമുക്ക് സൂക്ഷ്മമായി പരിശോധിക്കണമെങ്കിൽ അത് ഒറ്റ ഒന്നാണ് എന്ന് പറഞ്ഞുകൂടാ. അതിൽ പല പല കാര്യങ്ങൾ ഉണ്ടാവും. ഒരുപക്ഷെ ഈ കല എഴുതിയ പുരുഷനോ സ്ത്രീക്കോ കണ്ടെത്താനാവാത്ത പല പല കാര്യങ്ങൾ ചേർന്നുണ്ടാക്കുന്ന ഒരു സാംസ്കാരിക ജീവിതത്തിന്റെ പേരാണ് ഒരു കലാകൃതി അല്ലെങ്കിൽ കലാസൃഷ്ടി എന്നുള്ളത്. ഇനി ഒരു വിജയന്റെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കാർട്ടൂൺ പോലുള്ള ഒരു ഓർമ്മ പറയാം. അദ്ദേഹം കാർട്ടൂൺ അല്ല, അദ്ദേഹം പറഞ്ഞൊരു തമാശയാണ്, എഴുതിയ കാര്യമാണ്. P.T. ഭാസ്കര പണിക്കർ. പുതിയ യുവാക്കൾക്ക് ഒരു പക്ഷെ അദ്ദേഹത്തെ അങ്ങനെ പരിചയം ഉണ്ടാവണമെന്നില്ല. എന്റെ തലമുറക്ക് അദ്ദേഹത്തെ കുറിച്ച് കുറച്ച് അറിയാം. അപ്പോൾ ചെറുപ്പക്കാർക്ക് വേണ്ടി പറയാം. P.T. ഭാസ്കര പണിക്കർ നമ്മുടെ മലബാർ എന്ന് പറയുന്ന പ്രദേശത്തിന്റെ പുരോഗതിക്ക് വേണ്ടി, പാലക്കാട് അടങ്ങുന്ന പ്രദേശം പുരോഗതിക്ക് വേണ്ടി വലിയ നിലയ്ക്ക് പ്രവർത്തിച്ച ഒരു പഴയ കമ്മ്യൂണിസ്റ്റുകാരനാണ്.
അദ്ദേഹം മലബാർ ജില്ലാ ബോർഡിന്റെ ഈ ഇന്ത്യൻ സ്വാതന്ത്ര്യം കിട്ടി 57-ലാണ് ഗവൺമെന്റ് വരുന്നത് EMSന്റെ ആ ഇടവേളയുടെ 10 വർഷത്തെ ആ ഇടവേളയുടെ കാലത്ത് മലബാറിൽ ഇവിടെ രാജഭരണമാണ് തിരുവിതാംകൂറിലും. പക്ഷെ ഇവിടെ പിന്നെ ഇങ്ങനെ ഈ പുരോഗതിയുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സംവിധാനത്തിന്റെ പേരാണ് മലബാർ ഡിസ്ട്രിക്ട് ബോർഡ്, മലബാർ ജില്ലാ ബോർഡ്. ആ ജില്ലാ ബോർഡിന്റെ ദീർഘകാലത്തെ ചെയർമാനായിരുന്നു PT ഭാസ്കര പണിക്കർ. അദ്ദേഹം നല്ല അധ്യാപകനും നല്ല വായനക്കാരനും ഒക്കെ സഹൃദയനായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. PT ഭാസ്കര പണിക്കർ അന്ന് യുവാവായിട്ടുള്ള പാലക്കാടുകാരൻ തന്നെയായിട്ടുള്ള OV വിജയനോട് പറയുന്ന ഒരു വാക്യമുണ്ട്. ഈ വിജയൻ എഴുതുന്ന സമയത്ത് കുറച്ച് ചോപ്പൊക്കെ അതിൽ കൂട്ടണം എന്നേ പറഞ്ഞു. പക്ഷേ കുറച്ച് സിന്ദാബാദും ഇതൊക്കെ ചേർക്കണം എന്ന് പറഞ്ഞു. വിജയൻ ആ കാര്യം വിജയനോട് നേരിട്ട് വഴിക്കുന്നവന്റെ പറഞ്ഞായിരിക്കും. അന്ന് വിജയൻ പ്രസിദ്ധനല്ല, എങ്ങനെയോ പറഞ്ഞതായിരിക്കും. പക്ഷേ വിജയൻ ആ കാര്യം നമുക്ക് വേണ്ടി പുറത്തു പറയുന്നുണ്ട്. അതായത് PTV വളരെ നിഷ്കളങ്കമായി പറഞ്ഞതാണ്. ഒരു കമ്മ്യൂണിസ്റ്റ് എഴുത്തുകാരനെ സൃഷ്ടിക്കാൻ വേണ്ടി താല്പര്യം കൊണ്ട് പറഞ്ഞു, അല്ലാതെ പാർട്ടി തീരുമാനത്തിന്റെ ഭാഗമായിട്ട് പറഞ്ഞൊന്നായിരിക്കില്ല. വിജയൻ കുറച്ചും കൂടി മാർക്സിസ്റ്റ് രീതിയിൽ എഴുതണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടാവുക റഷ്യൻ മാർക്സിസ്റ്റ് ആയിരിക്കും. ആഗ്രഹിച്ചു, അത് പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷെ അതിലുള്ള കാര്യം ഈ PTVയുടെ ഈ ഇൻസിഡന്റ് വിജയൻ ഒരു കാർട്ടൂൺ പോലെയാണ് അവതരിപ്പിക്കുന്നത്. അത് പ്രൊപ്പഗാൻഡിസ്റ്റ് ആയിട്ടുള്ള കേവലമായ ഹ്യൂമനിസ്റ്റ് ആയിട്ടുള്ള ഒരു ആഖ്യാനമാണ് ഇനി ഉണ്ടാവേണ്ടത് എന്നുള്ള ലോലമായ കാൽപ്പനികതയ്ക്ക് പകരം ഇങ്ങനെയുള്ള ഒരു പ്രൊപ്പഗാൻഡിസ്റ്റ് ഹ്യൂമനിസ്റ്റ് ആഖ്യാനം ആണ് വേണ്ടത് എന്ന് PTVയെ പോലെ ഒരാൾ നിഷ്കളങ്കമായി നിഷ്കളങ്കമായി ആഗ്രഹിച്ചു എന്നാണ് വിജയൻ പറയുന്നത്. എന്തിനാണ് ഈ വിജയൻ ഈ PTVയുടെ ഈ കാർട്ടൂൺ സന്ദർഭം എടുത്തു പറയുന്നത് വെച്ചാൽ PTVയോട് എനിക്ക് വിയോജിപ്പുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. PTV എന്നോട് സ്നേഹം കൊണ്ട് പിതൃസ്ഥാനത്തുള്ള ആളാണ് പിന്നെ PTV. അപ്പോൾ അദ്ദേഹം വിജയനോട് ഇങ്ങനെ പറഞ്ഞു. വിജയൻ പറയുന്നത് ഞാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെയുള്ള എഴുത്തിൽ അല്ല. PTVയോട് എനിക്ക് ബഹുമാനമൊക്കെ ഉണ്ട്, പക്ഷെ PTVയെ അനുസരിക്കാൻ ഞാൻ തയ്യാറല്ല. കാരണം പല സ്വരങ്ങളുള്ള ഒരു സംഗീത യന്ത്രമാണ് എന്റെ മനസ്സിലുള്ളത്. അതാണ് ഖസാക്കിന്റെ ഇതിഹാസം. പല സ്വരങ്ങൾ പുറപ്പെടുവിക്കാനുള്ള ആത്മശേഷിയുള്ള ഒന്നാണ് വിജയന്റെ കഥാസങ്കല്പം അല്ലെങ്കിൽ നോവൽ സങ്കല്പം. അത് ആദ്യമായി തെളിയിക്കപ്പെട്ടത് ഖസാക്കിന്റെ ഇതിഹാസത്തിലാണ്. ഖസാക്കിന്റെ ഇതിഹാസത്തിൽ പിന്നെ ഈ ഒരു 17-ാം പേജ് ഉണ്ട്. ആ 17-ാം പേജ് നോവൽ പഠനത്തിന് വളരെ സഹായിക്കുന്ന ഒരു 17-ാം പേജ് വളരെ പ്രസിദ്ധമാണ്. അത് ഞാൻ വായിക്കാം. ഈ പിന്നെ ശിവരാമൻ നായർ എന്ന് പറയുന്ന ഒരാളുടെ ഞാറ്റുപുരയാണല്ലോ അതിൽ പ്രധാനപ്പെട്ട ലൊക്കയിൽ. അത് ഞാറ്റുപുര അവതരിപ്പിക്കുകയാണ്. തേവാരത്ത് ശിവരാമൻ നായരുടെ ചെറിയൊരു ഞാറ്റുപുരയിലായിരുന്നു ഏകാധ്യാപക വിദ്യാലയം. നോവൽ ഒരു ഏകാധ്യാപക വിദ്യാലയം അല്ല കേട്ടോ, ഓർമ്മിക്കണം. നോവൽ ഒരു ബഹു അധ്യാപക വിദ്യാലയമാണ്. ഏതായാലും വിജയൻ ഏകാധ്യാപക വിദ്യാലയം എന്നാണ് പറയുന്നത്. ഏകാധ്യാപക വിദ്യാലയം, 2 മുറി, വരാന്ത, പുറകിൽ താഴ്വാരം. വാതിൽ തുറന്നപ്പോൾ മണ്ണിന്റെയും നെല്ലിന്റെയും മണം വന്നു. 4-5 ബെഞ്ചുകൾ, കസേര, മേശ, ബോർഡ്. ഇതൊക്കെ ഏത് സ്കൂളിലുള്ള? പക്ഷെ ഇനി നോക്കുക, ഗാന്ധിജിയുടെയും ഹിറ്റ്ലറുടെയും ഹനുമൽ പാദരുടെയും വർണ്ണപടങ്ങൾ. ഇതാണ് സ്കൂൾ. ഇത് തന്നെയാണ് ബഹുസ്വരതയെ കുറിച്ച് പറയാൻ. നമുക്ക് വിദേശ സിദ്ധാന്തങ്ങൾ, പോളിഫോണി, ഭക്തി എന്നൊക്കെ പറയാം. അതൊക്കെ നിൽക്കട്ടെ. ഈ ഭക്തിനൊക്കെ കേരളത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ, നമ്മൾ അദ്ദേഹത്തെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ വിജയൻ സൂക്ഷ്മമായിട്ട് രഹസ്യമായിട്ട് ഈ നോവൽ സങ്കല്പം അവതരിപ്പിക്കുന്നു. ഒരേ സമയത്ത് ഹിറ്റ്ലർക്കും അതേ സമയത്ത് ഹനുമൽ പാദർക്കും മഹാത്മാഗാന്ധിക്കും മണ്ണിന്റെ മണത്തിനും മേശക്കും ബോർഡിനും ഒക്കെ ഇടമുള്ള തീമാറ്റിക് പ്രസൻസ് ഉള്ള ഒന്നാണ് നോവൽ എന്ന വിചാരം വിജയന് ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതേ അധ്യായത്തിൽ തന്നെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഭാഗം ഉണ്ട്. അത് വളരെ പ്രസിദ്ധമാണ്. വിജയൻ ഈ ഞാറ്റ് പോലെ തന്നെ മുറിയുണ്ട്. ആ മുറി കുറിച്ച് പറയാണ്. സാധനങ്ങൾ ഒരുക്കി വെക്കാൻ വട്ടം കൂട്ടി, ജനാലപ്പടിയിലെ കൂറകളെ പായ്ച്ച്, അവിടെ കൂറകളുണ്ട് കേട്ടോ, കൂറകളെ പായ്ച്ച് അവിടെ പത്രം വിരിച്ച് വെടുപ്പാക്കി. അപ്പൊ ജനാലപ്പടിയിൽ ഇപ്പൊ കൂറകളും ഉണ്ട്, പത്രവും ഉണ്ട്. അവിടെ എന്തൊക്കെ വെച്ചു എന്നുള്ള വളരെ പ്രസിദ്ധമാണ്. ഭഗവത്ഗീത ഒന്നാമത്. അതിന്റെ കൂടെ വരുന്നത് 1950 കാലത്ത് ഡിറ്റക്റ്റീവ് നോവൽ എഴുതിയിരുന്ന ഒരാളാണ്, പ്രിൻസ് തിരുവങ്കുളം. അയാൾ ഈ പിന്നെ തൃശ്ശൂർ ഭാഗത്തോ അല്ലെങ്കിൽ കൊല്ലം ഭാഗത്തോ മറ്റോ ഈ ജനപ്രിയമായിട്ട് ഡിറ്റക്റ്റീവ് നോവൽ എഴുതുന്ന ഒരു പാവത്താൻ എഴുത്തുകാരനാണ് പ്രിൻസ് തിരുവങ്കുളം. റിൽക്കെ ഒരു ബന്ധവുമില്ല. അതിന്റെ കൂടെ വരുന്ന ആള് സാക്ഷാൽ മുട്ടത്തുവർക്കി. മുട്ടത്തുവർക്കിയുടെ കൂടെ തന്നെ ഉള്ളത് പിന്നെ ബോധലയാർ. പിന്നെ കുറച്ച് പുസ്തകങ്ങൾ. അത് മാത്രമല്ല, പിന്നെ ടൂത്ത് ബ്രഷ്, സേവിങ് സെറ്റ്, ഇതൊക്കെ ഒന്നിച്ചു വെക്കുന്ന ഒരു ജനാലപ്പടി. ഇതാണ് കല. കല എന്ന് പറഞ്ഞാൽ ഭഗവത്ഗീത മാത്രമല്ല,
അല്ലെങ്കിൽ അങ്ങേയറ്റത്ത് മുട്ടത്ത് വർക്കിയോ പ്രിൻസ് തിരുവങ്കുളോ മാത്രമല്ല, അതിന്റെ കൂടെ ഷേവിംഗ് സെറ്റ് ഉണ്ട്, ടൂത്ത് ബ്രഷ് ഉണ്ട്, കൂറയുണ്ട്, ദിനപത്രം ഉണ്ട്. ഇതൊക്കെ ചേർന്നാണ് കലയുടെ രൂപം എന്ന വിചാരം പലതരത്തിൽ വിജയന്റെ മനസ്സിലുണ്ടായിരുന്നു എന്ന് കാണിക്കുന്ന രണ്ട് സന്ദർഭങ്ങൾ. ഒരു ഇനിയും സന്ദർഭങ്ങളുണ്ട്. ആദ്യത്തെ ചില അധ്യായങ്ങളിൽ നടന്ന വർക്കി പറഞ്ഞു എന്നേ ഉള്ളൂ ഉണ്ട്. അപ്പോൾ ഇത് ഖസാക്കിനെ മനസ്സിലാക്കാൻ, ഒരുപക്ഷെ വിജയന്റെ മറ്റു നോവലുകളെ മനസ്സിലാക്കാൻ ഉള്ള സഹായം വിജയന്റെ വഴി തന്നെ നമുക്ക് കിട്ടുകയാണ്. അങ്ങനെ പിന്നെ പല ലോകങ്ങൾ, ഇന്നത്തെ ഭാഷയിൽ പോളിഫോണി, ബഹുസ്വരത എന്ന് പറയാം. ഞാൻ മറ്റൊരു സന്ദർഭം കൂടി വായിക്കാം. അത് ഈ നോവലിൽ എൻ്റെ കയ്യിലുള്ള എഡിഷനിൽ 79ാമത്തെ പേജിലുള്ള ഒരു സന്ദർഭം ആണ്. അത് മാധവൻ നായർ എന്ന് പറയുന്ന തുന്നൽക്കാരൻ, ടൈലർ, ഒരു കുപ്പായം തുന്നിക്കൊടുക്കുന്നു. ആർക്ക്? നമ്മുടെ അപ്പുക്കിളിക്ക് ഒരു കുപ്പായം തുന്നിക്കൊടുക്കുകയാണ്. അപ്പുക്കിളിക്ക് കുപ്പായം തുന്നിക്കൊടുക്കുക. ആ കുപ്പായം ഒന്ന് കാണുക. മാധവൻ നായർ ഒന്നും പറഞ്ഞില്ല. അയാൾ തുന്നിക്കൊണ്ടിരുന്നു ജാള്യത്തോടെ. പിന്നെ വേദനയോടെ അയാൾ ഓർത്തു അപ്പുക്കിളിക്ക് താൻ കുപ്പായം തയ്ച്ചു കൊടുത്തത്. ആ കുപ്പായത്തിന് ഡിസൈൻ നോക്കുക. വെട്ടുതുണികൾ പല പല തുണികൾ എന്നർത്ഥം ചേർന്ന് തുന്നി കണങ്കാലോളം വളർന്ന ഒരു അങ്കിക്കുപ്പായം. മുൻവശത്ത് അരിവാളും ചുറ്റുകയും. എന്റെ കൂടെയുള്ളത് തൃശ്ശൂരം. ഇന്നൊക്കെ പെട്ടെന്ന് മനസ്സിലാവും അത്. അരിവാളും ചുറ്റുകയും തൃശ്ശൂലവും. പിന്നിൽ ഒരു തുണിസഞ്ചിയിൽ നിന്ന് വെട്ടിയെടുത്ത മയിലിന്റെയും ഗാന്ധിജിയുടെയും ചിത്രങ്ങൾ. ഇങ്ങനെ ഒരുപാട് ഈ ബഹുസ്വരതയുടെ ചിത്രങ്ങളായി, ദൃശ്യങ്ങളായി നമുക്ക് സങ്കല്പിക്കാവുന്ന ഒരുപാട് സന്ദർഭങ്ങൾ ഖസാക്കിന്റെ ഇതിഹാസത്തിൽ ഉണ്ടെന്ന് മാത്രം നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാം. ഇങ്ങനെ വായിച്ചു പോയാൽ അതിനുവേണ്ടി തന്നെ ഈ സമയം മുഴുവൻ ചെലവാക്കേണ്ടി വരും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ വിജയൻ ഈ കാർട്ടൂണിങ് എന്ന ഒരു രീതിയിലേക്ക് വന്നത് പോലും പലതരത്തിലുള്ള ഇങ്ങനെയുള്ള ദർശനങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടിയാണ്. അങ്ങനെയാണ് വിജയൻ സ്വയം സത്യസന്ധനായത്. തന്നിലെ സംഘർഷങ്ങളെ മറച്ചു പിടിച്ച് മാന്യനാവാൻ, വിജയിയാവാൻ വിജയൻ തയ്യാറായിരുന്നില്ല. വിജയൻ എന്നാ പേര്. പക്ഷെ ഭൂരിപക്ഷം സമർത്ഥന്മാരായ ആളുകൾ എന്ത് ചെയ്യുന്നറിയോ? യഥാർത്ഥമായ മനസ്സ് തോന്നുന്ന കാര്യങ്ങൾ പറഞ്ഞുകൂടാ. വാസ്തവത്തിൽ കല എന്ന് പറയുന്ന സാധനം തന്നെ ഉണ്ടായത് മനുഷ്യൻ ഉണ്ടാക്കി എന്തിനാ? ഏറ്റവും രഹസ്യമായിട്ടുള്ള വികാരങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്, ചിന്തകൾ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പൊതുവേദിയിൽ പറയാനാവാത്ത, അല്ലെങ്കിൽ ഭാര്യയോടോ ഭർത്താവിനോടോ പുരോഹിതനോടോ ഡോക്ടറോടോ പറയാനാവാത്ത വലിയ വലിയ വിഷയങ്ങൾ ഉണ്ട് എന്നും ആ വിഷയങ്ങൾ അവതരിപ്പിക്കാൻ ഒരു വേദി വേണം, ഒരു സന്ദർഭം വേണം എന്നും വിചാരിച്ചിട്ടാവണം കല ഉണ്ടാക്കിയത്. കല ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി, ഒരു പ്രത്യേക അർത്ഥത്തിൽ. അപ്പൊ വിജയൻ അങ്ങനെയുള്ള ആളാണ്. സ്വന്തം സംഘർഷങ്ങളെ മറച്ചു പിടിച്ചിട്ട് അദ്ദേഹത്തിന് ഒരു സ്ഥാനവും വേണ്ടായിരുന്നു, ഒന്നും നേടാൻ ഇല്ലായിരുന്നു. അതുകൊണ്ട് ഉള്ള മെച്ചം എന്ന് വെച്ചാൽ ഖസാക്കിന്റെ ഇതിഹാസം പോലുള്ള ഒരു കലാകൃതി, ഒരു നോവൽ നമുക്ക് പലതരത്തിൽ വായിക്കാം. ഒരു നിർബന്ധവുമില്ല. അദ്ദേഹം ഒരു നിർബന്ധവുമില്ല. അദ്ദേഹം ഇതിഹാസം എന്ന് പറയുന്ന പുസ്തകം പിൽക്കാലത്ത് ഒരു പാംഫ്ലെറ്റ് എഴുതിയിട്ടുണ്ട്. പക്ഷെ അത് ഉണ്ടായാൽ തന്നെയും, അത് വായിച്ചാൽ തന്നെയും നമുക്ക് ഖസാക്കിന്റെ ഇതിഹാസം പല മട്ടിൽ വായിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് എൻ്റെ ഒരു കാരണം ഈ പലമയിലുള്ള, ബഹുസ്വരതയിലുള്ള ഈ ഊന്നലാണ്. പല ലോകങ്ങളുണ്ട് എന്നർത്ഥം. പല ലോകങ്ങളിലുള്ള ഒരു പ്രാധാന്യം ആണ്. ഇപ്പൊ അപ്പുക്കിളി എന്നുള്ള വാക്ക് നോക്കുക. ഇതിൽ ഏറ്റവും വിജയിച്ച ഒരു കഥാപാത്രമാണ് അപ്പുക്കിളി. ഇതിലെ വാക്ക് ഞാൻ വിശദീകരിക്കുന്നില്ല. ആ വാക്ക്, അപ്പു എന്നുള്ള വാക്കിന്റെ കൂടെ അപ്പു നായർന്നോ അപ്പു മേനോ എന്നൊക്കെ പറയാൻ എളുപ്പമാണ്. പക്ഷെ അപ്പുക്കിളി നമ്മൾ പറയില്ല. അപ്പുക്കിളി എന്നുള്ള അദ്ദേഹത്തിന്റെ സൃഷ്ടിയാണ്. അത് അദ്ദേഹത്തെ കണ്ടെത്തലാണ്. സൃഷ്ടിയാണോ കണ്ടെത്തലാണെന്ന് പറഞ്ഞുകൂടാ. അപ്പൊ അപ്പുക്കിളി എന്ന വാക്ക് തന്നെ ഒരു സൂചനയാണ്. അപ്പുവിന്റെ കൂടെ ഒരു കിളി വന്നിട്ട് ഇത് മനുഷ്യനാണോ അല്ല കിളിയാണോ ഉറപ്പില്ലാത്ത മട്ടിലുള്ള ഒരു ജീവിതം, പ്രത്യേകതരം ഒരു ജീവിതം ജീവിക്കുന്ന ഒരു കുട്ടി, അല്ലെങ്കിൽ ഒരാൾ കുട്ടിയല്ല, ഒരു മനുഷ്യൻ, ആ അപ്പുക്കിളി. അതുപോലെ മൊല്ലാക്കയും നെയ്ജാമലിയും തമ്മിൽ ഒരു ഡയലോഗ് ഉണ്ട്, ഒരു ഡിസ്കോഴ്സ് എന്ന് പറയാം. അപ്പോൾ അവ യഥാർത്ഥ കഥാപാത്രങ്ങളായിട്ട് അല്ല ആ സമയത്ത് പ്രത്യക്ഷപ്പെടുന്നത്. ഈ മൊല്ലാക്ക നെയ്ജാമലിയോട് ചോദിക്കുന്നുണ്ട്, നീ ഉണ്മയാ പൊയ്യ? ഇപ്പൊ ഏതോ സിനിമയിലുണ്ടല്ലേ അത്, ഉണ്മയാ പൊയ്യ? അപ്പൊ ഉണ്മൈ എന്ന് പറയുന്നുണ്ട്. നീ പൂതമാക്കും, നീ ഉണ്മയല്ല, നീ ഒരു പ്രത്യേകതരം മനുഷ്യൻ. അപ്പൊ നൈജാമലി കമ്മ്യൂണിസ്റ്റുകാരനാണ്. പിന്നീട് അയാള് ഏറ്റവും വലിയ റിയലിസ്റ്റുകളാണ് കമ്മ്യൂണിസ്റ്റുകാർ. പക്ഷെ അദ്ദേഹം സ്വയം പറഞ്ഞത് ഞാൻ ഉണ്മയാണ് അല്ല ഉണ്മയെ എന്ന് പറയുമ്പോൾ ഇയാൾ പറഞ്ഞു അല്ല, നീ ഉണ്മയല്ല, പൊയ്യാണ്. അതായത് ഏത് ഉണ്മയുടെ പിന്നിൽ ഒരുതരം വേറൊരു ഭാവം, അതിനെതിരായിട്ടുള്ള ഭാവം കൂടി ഉണ്ടാവും. വളരെ റിയൽ, ഐ തിങ്ക് ദാറ്റ് ഈസ് വെരി റിയൽ, നീഡ് നോട്ട് ബി റിയൽ ഓൾവേസ്. വളരെ റിയൽ ആയിട്ടുള്ള ഒന്ന് എക്കാലത്ത് റിയൽ ആയിക്കൊള്ളുന്നില്ല. എല്ലാറ്റിലും അബ്സേർഡിറ്റിയുടെയോ അല്ലെങ്കിൽ ഫാന്റസിയുടെ ഒരു അംശമുണ്ട്. നിഴൽ അതാണ് കാണിക്കുന്നത്. നിഴൽ ഒരു ഫാന്റസിയാണ്. നമ്മളെ പോലെയല്ല. നമ്മുടെ സൂക്ഷ്മതകളൊന്നും നിഴലിൽ കാണാൻ പറ്റില്ല, മുഖഭാവങ്ങൾ കാണാൻ പറ്റൂല. നമ്മുടെ വേറെ രൂപമാണ് നിഴൽ. അപ്പൊ നിഴൽ എന്ന ഒരു സംഗതി സൂര്യന്റെ സൗകര്യം കൊണ്ട് നമുക്ക് ഉണ്ടാവുന്നുണ്ട്. അത് തന്നെ കാണിക്കുന്നത് ഒരു മനുഷ്യൻ ഈ മനുഷ്യനായി ജീവിക്കാൻ പറ്റില്ല, നിഴലായി കൂടി ജീവിക്കേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ ഒരു റിയാലിറ്റിയും ഒരു ഫാന്റസി ഒന്നിച്ചാണ് ജീവിതം. ഇത് വിജയൻ അറിയുന്നതുകൊണ്ടാണ് ഉണ്മയായിട്ടുള്ള നൈജാമലി ഭൂതം കൂടിയാണ് എന്നുള്ള പറയുന്ന ഒരു സന്ദർഭം ഉണ്ടാക്കുന്നത്. അതേപോലെ ഭാഷാപരമായിട്ട് നോക്കുമ്പോൾ
വളരെ കാൽപ്പനിക സിനിമ പാട്ടിലെ വരി എന്നൊക്കെ തോന്നുന്ന മട്ടിലുള്ള വരികൾ ധാരാളം ഇതിലുണ്ട്. പനന്തത്തയുടെ ധനുസ് എന്ന് പിന്നെ ശ്രീകുമാരൻ നമ്പിയോ പി ഭാസ്കരനോ എഴുതാവുന്ന വിജയിപ്പിക്കാവുന്ന വരിയാണ് പനന്തത്തയുടെ ധനുസ്, അല്ലെങ്കിൽ സന്ധ്യയുടെ സിന്ദൂരക്കുറി. ഒരിക്കലും വിജയൻ എഴുതുന്ന നമുക്ക് തോന്നൂല. പക്ഷെ ഇങ്ങനെ ഖസാക്കിൽ ഇങ്ങനെയുള്ള ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. ഞാൻ രണ്ടെണ്ണം മാത്രം എടുത്തു പറയുന്നു. പനന്തത്തയുടെ ധനുസും സന്ധ്യയുടെ സിന്ദൂരക്കുറിയും. പക്ഷെ അതല്ലാത്ത യഥാർത്ഥ ചിത്രങ്ങളുണ്ട്, റിയലിസ്റ്റിക് ആയിട്ടുള്ള ആ ചിത്രങ്ങൾ നമുക്ക് ഈ പിന്നെ ഇതിൽ തീർച്ചയായിട്ടും കാണാവുന്നതാണ്. ഈ കുളിക്കുന്ന കുറെ സ്ത്രീകളെ കുറിച്ച് പറയുന്ന സമയത്ത് ഒക്കെ നമുക്ക് ഇത്തരം കാര്യങ്ങൾ വളരെ റിയലിസ്റ്റിക് ആയിട്ട് ആ ഭാഗങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. മറ്റൊരു സന്ദർഭം പറയാം. കിണറ്റിൽ വീണ കുടങ്ങളും കോരികകളും മുങ്ങിത്തപ്പി എടുക്കലാണ് ചുക്രു റാവുത്തരന്റെ തൊഴിൽ. ഒരു വില്ലേജ് ഓഫീസർ പറയുന്ന പോലത്തെ വാക്യ. കൊണശ്ശേരിയിൽ, കൊടുവായൂരിൽ, ചാത്തന്നൂരിൽ, പല്ലശ്ശേനയിൽ, കല്യാണപ്പേട്ടയിൽ, ജില്ലാ അതിർത്തിയായ മുതലമട വരെയും പടിഞ്ഞാറ് മങ്കര, മണ്ണൂര് വഴിയും ചുക്രു റാവുത്തർ കിണറുകൾ അന്വേഷിച്ച് നടന്നു. ഇതിന് നോവലിന്റെ ഭാഗം നമുക്ക് പെട്ടെന്ന് തോന്നുകയില്ല. ഒരു വില്ലേജ് ഓഫീസർ ജില്ലാ കളക്ടർ കൊടുക്കുന്ന ഒരു പിന്നെ ഈ വേനൽക്കാലത്ത് കൊടുക്കാവുന്ന ഒരു കത്തില് 2 വാക്യങ്ങളാണെന്ന് തോന്നുന്നു. ഈ ഇവിടെയൊക്കെ വേനൽ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു ചുക്രു റാവുത്തർ ഉണ്ട്, അയാൾക്ക് വേണ്ട സഹായം കൊടുത്താൽ അയാൾ വേനലിലെ കിണറിന്റെ പ്രശ്നം പരിഹരിക്കാൻ പറ്റും, വീണ കുടങ്ങളൊക്കെ എടുത്തു കൊടുക്കാൻ പറ്റുന്നില്ല. ഒരു സ്റ്റേറ്റ്മെന്റ് ആയി, വെറും റഫ് ആൻഡ് പ്രൊസൈക്ക് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമാണത്. പക്ഷെ അങ്ങനെയുള്ള വളരെ റിയലിസ്റ്റിക് എന്ന് പറയാവുന്ന പ്രസ്താവനകൾ ഉണ്ട്. പക്ഷെ അത് മാത്രമല്ല, വളരെ 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 ആഢ്യം എന്ന് പറയാവുന്ന ഭാഷയുണ്ട്. അതേപോലെ പല സംസാര ഭാഷകളുണ്ട്. ഞാൻ സമയക്കുറവ് മൂലം വിശദീകരിക്കുന്നില്ല. പല സംസാര ഭാഷകൾ, വളരെ സാധാരണ മലയാളം, പിന്നെ തമിഴ് കലർന്ന മലയാളം, എന്താണ് അർത്ഥം എന്ന് വ്യക്തമായിട്ട് പിടികിട്ടാത്ത മലയാളം, സംസ്കൃതത്തിന്റെ സ്പർശമുള്ള മലയാളം, ഇങ്ങനെ ഇംഗ്ലീഷ് വാക്കുകൾ, ഇതൊക്കെ ചേർന്ന ഒരു വിചിത്രമായ ഭാഷാ വ്യവസ്ഥ ആണ് ഖസാക്ക്. ഖസാക്ക് എന്നുള്ള വാക്ക് എവിടുന്ന് കിട്ടി? ആ സ്ഥലത്തിന്റെ തച്ചറ എന്നാ പറയാ. ശരിക്കും പാലക്കാട്ടെ ആ സ്ഥലത്തിന്റെ പേര് തച്ചറാന്ന്, തസറാക്ക് എന്നാണ് അത്ര പറയാ. അവിടെ മജീദ് എന്ന് പറയുന്നത്, ഞങ്ങളൊക്കെ പലതവണ അവിടെ പോയതാണ്. അപ്പോ മജീദ് എന്ന് പറയുന്നത് ഇപ്പൊ വയസ്സായിട്ടുള്ള ഒരാളവിടെ ഉണ്ട്. അദ്ദേഹം പറഞ്ഞു തന്ന കാര്യമാണ്. ഈ തച്ചറ എന്നാണ് ഞങ്ങൾ വിളിക്കുക, നിങ്ങൾ തസറാക്ക് എന്ന് വിളിക്കും. വിജയൻ ഒരുപക്ഷെ കസാഖിസ്ഥാൻ എന്ന് പറഞ്ഞാൽ കിട്ടിയതായിരിക്കും. പക്ഷെ ഖസാക്ക് ആ പേരിനൊരു ചരിത്രം ഞാൻ വ്യക്തിപരമായിട്ട് ഇപ്പോൾ എഴുതാൻ ആലോചിക്കുന്നത് ഖസാക്ക് അവസാനം പറയണമെന്ന് വെച്ചാൽ ആവേശം കൊണ്ട് ആദ്യമായി പോയി. ഈ ഖസാക്കോളജി എന്ന് പറയുന്ന പുസ്തകം, ഈ ഖസാക്കിൽ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുണ്ട്. നമ്മൾ ഭാവിയിൽ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നമ്മൾ പുതുതായിട്ട് കാണുമ്പോൾ സഹായകമാകുന്ന ഒരുപാട് റെഫറൻസുകൾ ഉള്ളതാണ് ഇത്. അപ്പോൾ ഖസാക്കിസ്ഥാൻ എന്ന സ്ഥലമുണ്ടല്ലോ റഷ്യയിൽ, പഴയ റഷ്യയിൽ. അപ്പൊ അതിൽ തമാശ, ഈ ഖസാക്ക് എന്ന് പറയുന്ന സ്ഥലം യാത്രക്കാർ കുറവാണ്. ഖസാക്കുകൾ വലിയ സഞ്ചാരികളെല്ലാം അതിലെ ബാക്കിയുണ്ട്. പക്ഷെ ഖസാക്ക് എന്നുള്ള വാക്കിന് അത്ര സഞ്ചാരമെന്നാണ്. അപ്പൊ ഇതെങ്ങനെയോ വിജയനെ അറിയാം. വിജയൻ ഇന്റർനാഷണൽ ആയ കാഴ്ചപ്പാട്, ഡൽഹിയിലൊക്കെ താമസിച്ച ആളല്ലേ. അപ്പൊ അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ട്. അപ്പൊ ഈ റഷ്യൻ ഖസാക്കിന്റെ ഒരു ഓർമ്മയിലാവാം വിജയൻ ഖസാക്ക് എന്നുള്ള വാക്കുണ്ടാക്കിയെടുക്കുന്നത്. അപ്പൊ ഇത് ഞാൻ ഉറപ്പൊന്നുമില്ല, അദ്ദേഹം ചോദിക്കാനും പറ്റൂല. അപ്പൊ നമുക്ക് അങ്ങനെ ആർഗ്യൂ ചെയ്യാം. അത് ഒപ്പിട്ട് ഗസറ്റഡ് ഓഫീസറെ പച്ചമഷിയൊന്നും അതിന് വേണ്ട, നമുക്ക് അങ്ങനെ ആർഗ്യൂ ചെയ്ത് പറയാവുന്നതാണ്. ഞാൻ പറയുന്നത് അങ്ങനെ പലതരം ഭാഷകൾ, പല സംസാര ഭാഷകൾ, പല റഫറൻസുകൾ, ഇതൊക്കെ വെച്ച വിചിത്രമായ ഒരു ഭാഷാഘടന, വിചിത്രം എന്ന് പറഞ്ഞാൽ വിചിത്രം ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ലൈവ് ആയിട്ടുള്ള സജീവമായിട്ടുള്ള ഭാഷാഘടന അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതേപോലെ വളരെ ഹെവിയും തോന്നുന്ന പിന്നെ ചേർച്ചകളുണ്ട്, വളരെ സെക്യുലർ ആയിട്ടുള്ള ചേർച്ചകളുണ്ട്. ഇപ്പൊ ഒരു വാക്യം ഞാൻ പറയാം, വിജയൻ ഇഷ്ടപ്പെട്ട ഒരു രീതിയാണ്, എല്ലാറ്റിന്റെ പിന്നിലും ഭൂതകാലം ഉണ്ട് എന്നുള്ളത്. നമുക്ക് നമ്മൾ നിൽക്കുന്നു, അപ്പൊ നമുക്ക് 3 ഡയമെൻഷൻ മാത്രമേ ഉള്ളൂ അല്ലെ? ഒരാൾ 3 ത്രികോണ അങ്ങനെയല്ലേ, 3 ഡയമെൻഷൻ, വണ്ണം, ഉയരം, വീതി, ആ 3 ഡയമെൻഷൻ. അത്ര ഇദ്ദേഹം പറയുന്നത് എല്ലാറ്റിനും മറ്റൊരു മാനം കൂടി ഉണ്ട്, അത് കാലത്തിന്റെ മാനമാണ്, അല്ലെങ്കിൽ ഭൂതകാലത്തിന്റെ മാനമാണ് എന്നുള്ള വിചാരം അദ്ദേഹത്തിനുണ്ട്. ഇത് ഭൂതകാലത്തിന്റെ ഒരു മാനം കൂടിയുണ്ട്, കാലത്തിന്റെ മാനം കൂടിയുണ്ട്. ഇങ്ങനെ നീളം, വീതി, കനം എന്നുള്ള മാത്രമല്ല, നീളം, വീതി, കനങ്ങൾക്കപ്പുറം കാലം എന്ന് പറയുന്ന ഒരു മാനം കൂടി എല്ലാറ്റിനും ഉണ്ട് എന്നുള്ള വിചാരം വിജയനുണ്ട്. അതുകൊണ്ട് ഓർമ്മ എന്ന് പറയുന്നത് ഈ നോവലിലെ ഒരു അടിസ്ഥാന സങ്കല്പമാണ്. യുഗാന്തര സ്മരണയുടെ കർക്കിടകങ്ങൾ എന്നൊരു വാക്യം വിജയൻ്റെതായിട്ടുണ്ട്. യുഗാന്തര സ്മരണയുടെ കർക്കിടകങ്ങൾ എന്നുള്ളത്. അതുപോലെ ഖേദം നിറഞ്ഞ പുനർജനി, എങ്ങനെയും നമുക്ക് ഞാൻ വിശദീകരിക്കാൻ പുറപ്പെടുന്നില്ല, വിശദീകരണത്തിന് ആവശ്യമില്ല. അപ്പൊ ഇങ്ങനെയുള്ള പിന്നെ നമ്മൾ പ്രത്യക്ഷത്തിൽ പറയാത്ത, സാധാരണ നിലക്ക് നമ്മൾ നിത്യവ്യവഹാരത്തിൽ ഉന്നയിക്കാത്ത ചില ചേർച്ചകൾ അവതരിപ്പിക്കാനുള്ള വല്ലാത്ത ശ്രദ്ധ, ഹെവി ആയിട്ടുള്ള വളരെ ഭാരമുള്ള ചേർച്ചകൾ. നമുക്ക് എത്രയോ സമയം, ഇപ്പൊ ഞാൻ കാസർഗോഡ് നിന്ന് വരുന്ന ആളാണ്. അപ്പൊ കാസർഗോഡ് ഈ സംസ്കൃത പിന്നെ ഒരു
പൂരക്കളി ഉണ്ടാവല്ലോ, പൂരക്കളി എന്ന് കേട്ടിട്ടുണ്ടാവും, പക്ഷെ മർത്തുകളി എന്ന് അങ്ങനെ കേട്ടിട്ടുണ്ടാവില്ല. അത് പൂരക്കളിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു വിദ്വൽ സദസ്സാണ്. കീഴാളരായിട്ടുള്ള ആൾ, തീയ സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണ് അതിൽ പങ്കെടുക്കുക. വിജയൻ ഒരു തീയനാണ്. അപ്പോ പറയുന്നത് അത് സംസ്കൃത ശ്ലോകങ്ങൾ ചൊല്ലിയിട്ട് വ്യാഖ്യാനിക്കലാണ്. ഇപ്പൊ മൈക്ക്, എന്റെ ചെറുപ്പത്തിൽ നിന്ന് മൈക്കില്ല, മൈക്കൊക്കെ വന്നതോടുകൂടി വളരെ വലിയ മാനമുള്ള ഒരു എതിർ വ്യവസ്ഥയാണ്. കാരണം ബ്രാഹ്മണർക്ക് മാത്രം വെച്ചിരിക്കുന്ന സംസ്കൃതം നമ്മൾ വിചാരിക്കുക, പക്ഷെ അത് ശരിയല്ല. പിന്നെ സംസ്കൃത പാണ്ഡിത്യം കീഴാളരായ ആളുകൾക്ക് ഉണ്ടെന്ന് കളി. ഒരു ശാകുന്തളത്തിലെ ഒരു ശ്ലോകം ചൊല്ലിയിട്ട് വ്യാഖ്യാനിക്കണം. ഒരു ശ്ലോകം ഒരു ദിവസം മുഴുവൻ വ്യാഖ്യാനിക്കും, വിശ്വസിക്കാൻ പറ്റില്ല. ഒരു രാത്രി മുഴുവൻ, സന്ധ്യക്ക് തുടങ്ങിയിട്ട് പിറ്റേ ദിവസം രാവിലെ വരെ ആളൊന്നും വേണ്ട കേൾക്കാൻ. ഈ അമ്പലത്തിലെ മരങ്ങളൊക്കെ കേട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് പണ്ട് ഇപ്പൊ എല്ലാവരും കേൾക്കും. ഞാനൊക്കെ ഉറക്കൊഴിഞ്ഞിട്ട് കേൾക്കും. വീട്ടിൽ നിന്ന് എവിടെയും പോകുന്നു വേണ്ട, നമ്മുടെ വീട്ടിലിരുന്നാൽ മതി, കേൾക്കാം. മൈക്കിന്റെ സൗകര്യമാണ്. ആ പോലീസുകാരനെ വിലക്കൂല. പോലീസുകാർക്ക് വിന്ദു സദസ്സിനോട് വലിയ ഇഷ്ടമാണ്, അവിടെ പോലീസുകാരനെ വിലക്കൂല. അപ്പൊ ഒറ്റ വാക്യത്തിന് സമയത്ത് ഇവര് നമ്മൾ അത്ഭുതം തോന്നും. ഇത്രയും വ്യാഖ്യാനക്ഷമതയുള്ള ഒന്നാണ് ഭാഷ എന്നുള്ളത്. സംസ്കൃതം മാത്രമേ അതുകൊണ്ടാണ്, മലയാളത്തിനും അങ്ങനെ വ്യാഖ്യാനക്ഷമതയുണ്ട്. അങ്ങനെ വ്യാഖ്യാനിക്കാവുന്ന ഗംഭീരങ്ങളായിട്ടുള്ള ചേർച്ചകൾ കാലത്തെ കൂടി ചേർത്തുകൊണ്ട് വിജയൻ അവതരിപ്പിക്കുന്നുണ്ട്. അതിന്റെ രണ്ടു ഉദാഹരണങ്ങളാണ് ഇവിടെ പറഞ്ഞ യുഗാന്തര സ്മരണയുടെ കർക്കിടകങ്ങളും ഖേദം നിറഞ്ഞ പുനർജനിയും ഒക്കെ ഉള്ളത്. വിജയൻ വിജയൻ ഒരു ഇംഗ്ലീഷ് പഠിച്ച ആളാണ്, ഇംഗ്ലീഷ് MA-കാരനാണെന്ന് നമുക്കെല്ലാം അറിയാം. ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ നമ്മൾ അനിവാര്യമായും പഴയ സിലബസിൽ, ഇപ്പോഴില്ല, ഇപ്പൊ ഷേക്സ്പിയർ ഒന്നും ഇല്ലാത്ത ഇംഗ്ലീഷ് സിലബസ് ഒക്കെ കേരളത്തിൽ ഉണ്ടായിരിക്കുന്നു. ഷേക്സ്പിയർ പഠിക്കണ്ട, അപ്പോൾ അത് വലിയ അട്ടിമറിയാം. അപ്പോൾ അതിന് പകരം വേറെ എന്തൊക്കെ ന്യൂസ് പേപ്പറിലൊക്കെ കാര്യങ്ങൾ പഠിച്ചാൽ മതി എന്നൊക്കെയാണ് ഇപ്പൊ തീരുമാനം. പക്ഷേ പഴയൊരു കാലത്ത് ഷേക്സ്പിയർ ഇംഗ്ലീഷ് MA-ക്കും ഇംഗ്ലീഷ് BA-ക്കും എന്തായാലും പഠിക്കണം, കുറെ പുസ്തകങ്ങൾ പഠിക്കണം. വിജയൻ അങ്ങനെ പഠിച്ച ആളാണ്. അതുകൊണ്ട് ഷേക്സ്പിയർ സോണറ്റുകളുണ്ട്, 150ഓളം സോണറ്റുകൾ അതിലുണ്ട്. അതിൽ നിന്നൊക്കെ കിട്ടിയ ഒരു പദസംസ്കാരം, അത് വിജയൻ ഉണ്ടാക്കിയ ഒരു വാക്കാണ്. പദസംസ്കാരം തീർച്ചയായിട്ടും പദധ്യാനം എന്നുള്ള വാക്കും വിജയന്റെ പ്രിയപ്പെട്ട വാക്കാണ്. ഈ പദധ്യാനത്തിലേക്ക് നയിക്കുന്ന ഒരു അനുഭവം ഷേക്സ്പിയറിൽ നിന്ന് വിജയൻ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കണം. ഇപ്പോൾ ഷേക്സ്പിയർ ഡെത്ത്സ് ഡേറ്റ്ലെസ് നൈറ്റ് എന്ന് പറയുന്നുണ്ട്. ഡെത്ത്സ് ഡേറ്റ്ലെസ് നൈറ്റ്, മരണത്തിന്റെ കാലമില്ലാത്ത ഇരുട്ട് എന്ന് ഷേക്സ്പിയർ പറയുന്നുണ്ട്. ഉദിക്കാത്ത അസ്തമിക്കാത്ത സന്ധ്യ എന്ന് വിജയൻ പറയും. അത് ഞാൻ ഷേക്സ്പിയറെ മോഷ്ടിച്ചു എന്നല്ല, എന്നെ കേസ് കൊടുക്കാൻ പാലക്കാട്ടുകാർ തയ്യാറാവൊന്നും വേണ്ട. ഒരു സാമ്യം പറഞ്ഞാണ്. ഷേക്സ്പിയറും വിജയനും പഠിച്ച ഒരു മലയാളി എന്നുള്ള നിലക്ക് പറഞ്ഞാണ്. ഡെത്ത്സ് ഡേറ്റ്ലെസ് നൈറ്റ് എന്ന് പറയും, ഉദിക്കാത്ത അസ്തമിക്കാത്ത സന്ധ്യ എന്നും പറയും. ഇങ്ങനെ ചിന്തിക്കാനുള്ള പ്രേരണ ഷേക്സ്പിയർ ആണ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന. അതേപോലെ ജോൺ ഡൺ എന്ന് പറയുന്ന ഒരു കവിയും ഈ സന്ദർഭത്തിൽ വിജയനുമായിട്ട് ബന്ധപ്പെട്ട് ആലോചിക്കാവുന്നതാണ്. ഇത് വിജയൻ വായിച്ചിട്ടുണ്ടോ എന്ന് തെളിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ മെറ്റഫിസിക്കൽ പോയറ്റ്സ് നമ്മൾ പറയുന്ന മെറ്റഫിസിക്കൽ പോയട്രി എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഇംഗ്ലീഷ് MA-ക്കെല്ലാം പഠിക്കുന്ന ഒരു വിഭാഗമാണ്. അലങ്കാര ഭാഷയുണ്ടാവും, പിന്നെ പാരഡോക്സുകൾ ഉണ്ടാവും, തത്വചിന്താപരമായിട്ടുള്ള പരാമർശങ്ങൾ ഉണ്ടാവും. ഒരു ഉദാഹരണം പറയാം. വൈറ്റ് സെലസ്റ്റിയൽ തോട്ട്, ശുഭ്രമായ സ്വർഗചിന്ത. എന്താ അതിന്റെ അർത്ഥം എന്ന് ഞാൻ ബുദ്ധിമുട്ടാണ്. സ്വർഗത്തിന് വെളുപ്പാണെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പക്ഷെ ഇദ്ദേഹം അങ്ങനെ എഴുതും, വൈറ്റ് സെലസ്റ്റിയൽ തോട്ട്. അതുപോലെ അൺറൂളി സൺ, ക്രൂരനായ സൂര്യൻ. ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ വിജയന്റെ മനസ്സിൽ, വിജയൻ 10-22 വയസ്സിലായിരിക്കില്ല MA-ക്ക് പഠിച്ചിട്ടുണ്ടാവുക. അപ്പൊ ആ പഠിച്ച ആളുകൾക്ക് ഇങ്ങനെ നിത്യമായിട്ടുള്ള ഒരു ഓർമ്മയായിട്ട് ഇത്തരം പ്രയോഗങ്ങൾ, പിന്നെ ഞാൻ വളരെ വർഷങ്ങൾ മുമ്പ് പഠിച്ചാണ് ഇതൊക്കെ, പക്ഷെ ഇതൊക്കെ മനസ്സിൽ നിൽക്കും. അങ്ങനെയുള്ള ആ പ്രയോഗങ്ങളുടെ പ്രത്യേകതയാണ്. ഇംഗ്ലീഷ് ഭാഷ കച്ചവടക്കാരുടെ ഭാഷയാണ്. ഇംഗ്ലീഷ് ഭാഷ വളരെ ജനാധിപത്യപരമായ ഭാഷയായി മാറുന്നത് കച്ചവടക്കാരുടെ ഭാഷയായതുകൊണ്ടാണ്. പല ജീവിതത്തിന്റെ സർവമാന വ്യവഹാരങ്ങളും ചേർക്കാവുന്ന ഒരു അയവുള്ള ഭാഷയാണ്, അയവും അഴകുമുള്ള ഭാഷയാണ് ഇംഗ്ലീഷ്. അതുകൊണ്ട് പലതരത്തിലുള്ള വ്യവഹാരങ്ങൾ ഇംഗ്ലീഷിലുണ്ട്, ഒരുപക്ഷെ മലയാളത്തിൽ ഇല്ലാത്ത. അപ്പൊ അത്തരം വ്യവഹാരങ്ങൾ മലയാളത്തിൽ കൂടി കൊണ്ടുവരണം. വലിയ വിഷയങ്ങൾ, പെട്ടെന്ന് അർത്ഥം നൽകാത്ത വിഷയങ്ങൾ അവതരിപ്പിക്കാനുള്ള ഒരു തലം കൂടി മലയാള ഭാഷയ്ക്ക് വേണമെന്നുള്ള അബോധമായ ആഗ്രഹത്തിന്റെ കൂടി ഭാഗമായിട്ടായിരിക്കാം വിജയൻ ഇത്തരം പ്രയോഗങ്ങൾ, ഉദിക്കാത്ത അസ്തമിക്കാത്ത സന്ധ്യ, യുഗാന്തര സ്മരണയുടെ കർക്കിടകങ്ങൾ, ഖേദം നിറഞ്ഞ പുനർജനി പോലുള്ള പ്രയോഗങ്ങൾ കൊണ്ടുവന്നത് എന്ന് പറയാം. ഞാൻ കൂട്ടത്തിൽ പറയട്ടെ, മാർക്സ് വലിയ വായനക്കാരനായിരുന്നു. മാർക്സ് ദരിദ്രനായിരുന്നു. പക്ഷെ അദ്ദേഹം ഷേക്സ്പിയറുടെ എല്ലാ കൃതികളും മാർക്സിന്റെ വീട്ടിലുണ്ടായിരുന്നു. ഷേക്സ്പിയറുടെ എല്ലാ കൃതികളും സ്വന്തമായിട്ട് അദ്ദേഹം ബ്രിട്ടീഷ് ലൈബ്രറിയിൽ നിന്ന് വായിക്കുക. ലണ്ടനിൽ താമസിച്ചതിന് ശേഷം അങ്ങനെ അദ്ദേഹം പല രാജ്യങ്ങളിൽ ജീവിച്ച ആളാണ്. ഒരു രാജ്യത്ത് ട്രേഡ് യൂണിയൻ പ്രവർത്തനം നടത്തിയതിന് മറ്റു രാജ്യത്തേക്ക് ഓടിക്കും. അങ്ങനെ അദ്ദേഹം അവസാനം എത്തിച്ചേർന്നാണ് ബ്രിട്ടൻ, ലണ്ടൻ. ആ ലണ്ടനിലെ ലൈബ്രറിയാണ് അദ്ദേഹം പ്രധാനമായിട്ട് ആശ്രയിച്ചത്. പക്ഷെ അദ്ദേഹത്തിന്റെ വീട്ടിൽ സ്വന്തമായിട്ടൊരു കളക്ഷൻ ഉണ്ടായിരുന്നു, സ്വന്തമായിട്ട്. അത് ഷേക്സ്പിയറാണ്. ഷേക്സ്പിയറുടെ നാടകങ്ങളും കവിതകളും ഒക്കെ അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും പ്രിയപ്പെട്ട, ജെന്നി മാർസിനും പ്രിയപ്പെട്ട എഴുത്തുകാരനായിരുന്നു ഷേക്സ്പിയർ. അപ്പോ
ഷേക്സ്പിയർ ഒരു അക്കാദമിക് റിയലിസ്റ്റ് അല്ല. ഷേക്സ്പിയറിലും ഈ പറഞ്ഞ ഒരുപാട് പ്രയോഗങ്ങളുണ്ട്. ഷേക്സ്പിയർ ഇപ്പോൾ ഞങ്ങളൊക്കെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന സമയത്ത് ഷേക്സ്പിയറുടെ ചില വരികളൊന്നും പറയാൻ പറ്റില്ല. പ്രത്യേകം ഞാൻ ചെറുപ്പക്കാരനായിരുന്ന കാലത്ത് ക്ലാസ്സിൽ ഒരുപാട് അന്നത്തെ ഒരു സദാചാര സങ്കല്പം അനുസരിച്ച് ഒരുപാട് കുട്ടികൾ, ആൺകുട്ടികൾ, പെൺകുട്ടികൾ, അവരെ മുഖത്ത് നോക്കി പറയാനാവാത്ത തരത്തിലുള്ള പിന്നെ ബൗൾഡർ എന്ന് പറയുന്ന പ്രൊഫസർ ഉണ്ടായിരുന്നു. അയാളുടെ പണി എന്ന് പറഞ്ഞാൽ ഷേക്സ്പിയറിൽ അശ്ലീലം നീക്കം ചെയ്യാനാണ്. പക്ഷെ അശ്ലീലം ഇയാളെ പണിയാ കട്ട് ചെയ്ത് മാറ്റുക. ബൗൾഡറൈസേഷനിൽ ഭാഗം അങ്ങനെ വന്നതാണ്. ഈ ബൗൾഡറുടെ പണി എന്ന് പറഞ്ഞാൽ ബൗൾഡറൈസേഷൻ എല്ലാവർക്കും അറിയാം കാര്യം. അപ്പൊ അതൊന്നും ഇല്ലാത്ത ടെക്സ്റ്റാണ് ഞാൻ ഒരു കുസൃതിക്ക് വേണ്ടി കൊണ്ടുപോകാം. അന്ന് ഞാൻ ചെറുപ്പക്കാരനായിരുന്നുകൊണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്നത് പിന്നെ ഷേക്സ്പിയറുടെ ഇത്തരം കൃതികളിൽ ഒരു റിയലിസം മാത്രമല്ല, പലതരം ശൈലികൾ ഷേക്സ്പിയർക്കുണ്ട്. ഷേക്സ്പിയർ ഒറ്റയാളല്ല എന്ന് പറയുന്നതുകൊണ്ടാണ്. ഒറ്റയാളാണ്. 564 ജനിച്ച് 1616 മരിച്ച ഒറ്റയാൾ തന്നെയാണ് ഷേക്സ്പിയർ. പക്ഷെ താത്വികമായി പറഞ്ഞത്, സൗന്ദര്യശാസ്ത്രപരമായി പറഞ്ഞാൽ ഷേക്സ്പിയർ ഒറ്റയാളല്ല. പല ശൈലികൾ വിജയനിലുള്ള പോലെ പല ലോകങ്ങൾ ഷേക്സ്പിയറിൽ ഉണ്ട്. പല ദാർശനിക ചിന്തകൾ, അബ്സേർഡിറ്റി, കാൽപ്പനികത, നാടകീയത, പലതരത്തിലുള്ള ചിന്തകളും ഭാഷാ രീതികളും ഷേക്സ്പിയറിൽ ഉണ്ട്. അതിനെയാണ് പൊളിഫോണി നമ്മൾ പറയാം, ബഹുസ്വരത എന്ന് പറയാം. അതുകൊണ്ട് വിജയനിലും പല ലോകങ്ങളും പദലോകങ്ങളും ഉണ്ട്. പല ലോകങ്ങളുണ്ട്, പല പദലോകങ്ങളും ഉണ്ട്. ദുരന്തമുണ്ട്, ഹാസ്യാത്മകത ഉണ്ടെന്ന് പറയേണ്ട കാര്യമില്ല, നാടോടിത്തമുണ്ട്. ഖസാക്കിന്റെ ഒരു പ്രത്യേക രുചി തന്നെ ഈ വളരെ ഇസ്ത്രീയിട്ട വളരെ ശില്പഗുണമുള്ള വാക്കുകളുടെ കൂടെ നാടോടി വാക്കുകൾ വരുന്നു എന്നുള്ളതാണ് എന്നെ വ്യക്തിപരമായിട്ട് ആകർഷിക്കുന്ന. അതാണ് അടിസ്ഥാനപരമായിട്ട്. ഉദാഹരണങ്ങൾ കടക്കുന്നില്ല. വളരെ വളരെ ഇസ്ത്രീയിട്ട, വളരെ ആഢ്യം എന്ന് പറയാവുന്ന ഭാഷയുടെ കൂടെ തന്നെ വളരെ നാടോടിയായിട്ടുള്ള തെറിയുടെയൊക്കെ സൗന്ദര്യശാസ്ത്രത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഭാഷ കൂടി വെച്ചുകൊണ്ട് ഒരു പുതിയ ഭാഷാന്തരീക്ഷം, ഉന്മേഷം നിറഞ്ഞ ഒരു ഭാഷാന്തരീക്ഷം, സമാന്തരമായ ഭാഷാന്തരീക്ഷം, ബ്രാഹ്മണിക്കൽ പിന്നെ അധികാര രൂപത്തിന് ബദലായിട്ടുള്ള ഒരു ഭാഷാന്തരീക്ഷം സൃഷ്ടിക്കാൻ വിജയൻ ശ്രദ്ധിക്കുന്നത്. അതേപോലെ ശുദ്ധമായിട്ടുള്ള കാൽപ്പനികതയുണ്ട്, പോപ്പുലിസം ഉണ്ട്, ജനപ്രിയമായിട്ടുള്ള എഴുത്തും വിജയൻ നടത്തുന്നുണ്ട്. തീർച്ചയായും ദാർശനികമായിട്ടുള്ള പ്രസ്താവനകളും വിജയനിലുണ്ട്, ഷേക്സ്പിയറിലുള്ള പോലെ. ഞാൻ പറയുന്നത് ഷേക്സ്പിയർ ഇദ്ദേഹം അനുകരിച്ചു എന്നൊന്നുമല്ല. ഷേക്സ്പിയർ ഇങ്ങനെയാണ്, വിജയനും ഇങ്ങനെയാണെന്ന് പറയാണ്. അല്ലാണ്ട് ഒരെഴുത്തുകാരനെ അനുകരിച്ചു എന്ന് പറയുന്നതിൽ ഒരു കാര്യമില്ല. കാരണം എഴുത്തുകാർ ഇതൊക്കെ മൊത്തത്തിലാണ് മനസ്സിലാക്കുക. എഴുത്തുകാരന് ന്യൂസ് പേപ്പർ പോലും രസമുള്ളൊരു കാര്യമാണ്. ന്യൂസ് പേപ്പർ നമ്മൾ പിന്നെ പറയാം, ഇന്നത്തെ ന്യൂസ് പേപ്പർ നാളെ മോശം എന്നാണ്. പക്ഷെ എഴുത്തുകാരന് മോശമല്ല, നാളെ കൂടുതൽ നല്ലതാണ്. വീഞ്ഞ് പോലെ വീര്യം കൂടും ഇന്നത്തെ പത്രത്തിൽ നാളെ ആകുമ്പോൾ. അതിൽ ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങളുണ്ട്. അപ്പൊ എഴുത്തുകാരുടെ ഭാഷാ സങ്കല്പം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അല്ലാതെ സാധാരണ ആൾ പറയുന്ന പോലെ ഇന്ന് പത്രം നാളെ പൊതിയാൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ പിന്നെ കാക്കതീട്ടം തുടച്ചു കളയാൻ ഉപയോഗിക്കാം എന്നുള്ള വിചാരം എഴുത്തുകാർക്ക് ഉണ്ടാവുകയില്ല. അവിടെ പലതരം ഭാഷകൾ, പലതരം ഭാഷാവിശേഷങ്ങൾ വിജയനിലുണ്ട്. വിജയൻ ജേർണലിസ്റ്റ് കൂടിയായിരുന്നു, ഓർമ്മിക്കുക. അപ്പോ ഇങ്ങനൊരു ഭാഷാ വ്യവസ്ഥ, ഒരു ബൃഹത്തായ ചേർച്ചാ സങ്കല്പം വിജയനിൽ ഉണ്ട് എന്നാണ്. പല മതങ്ങൾ, പല സ്ഥലങ്ങൾ, പല സംസ്കാരങ്ങൾ, ഇതൊക്കെ ചേർന്ന ഒന്ന് ഉണ്ട്. ബസ് മോഡേണിറ്റിയാണ്. ഈ നോവലിന്റെ അടിസ്ഥാന പ്രകൃതി 2 വാക്കുകളിൽ നിന്ന് കിട്ടും. ഈ വിജയന്റെ ലോകങ്ങൾ എന്ന് പറയുമ്പോൾ ഇതാണ്. വിജയനിൽ വളരെ നാറ്റീവ് എന്ന് പറയാവുന്ന, ട്രഡീഷണൽ എന്ന് പറയാവുന്ന, റൂറൽ എന്ന് പറയാവുന്ന, പ്രൊസൈക്ക് എന്ന് പറയാവുന്ന ഒരു ഭാഷയുണ്ട്. ഭാഷ മാത്രമല്ല പ്രമേയമുണ്ട്. അതിന്റെ കൂടെ തന്നെ ആധുനികതയുണ്ട്. ഈ രവിയെ പോലെ, രവി ഇങ്ങനെ അയാൾ പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ അസ്ട്രോഫിസിക്സ് പഠിക്കാൻ വേണ്ടി പോകുന്ന ആളാ. പ്രിൻസ്റ്റൺ അമേരിക്കയിലെ വലിയ സർവകലാശാലയാണ്. അവിടെ അസ്ട്രോഫിസിക്സ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അതേ സമയത്ത് അയാൾ ജീവിക്കുന്നത് എങ്ങനെയാണ്? ഇവിടുത്തെ ലോക്കൽ ചാരായമൊക്കെ കഴിച്ച് അവരുടെ കൂടെ ഇണചേർന്ന് അങ്ങ് രസിച്ച് അറബിക്കുളത്തിൽ കുളിച്ച് വളരെ റൂറൽ ആ ഒരു ജീവിതക്രമം ഈ ആദ്യത്തെ 2 വാക്കുകളിൽ പ്രവചിക്കപ്പെട്ടിട്ടുണ്ട്. ഈ വിജയന്റെ ക്യാരക്ടർ അല്ല, രവിയുടെ ക്യാരക്ടർ. രവി എന്നുള്ള വാക്കിനെ പറ്റി ഞാൻ പിന്നെ പറയും. രവി ഈ ക്യാരക്ടർ തന്നെ ആദ്യത്തെ 2 വാക്കുകളിലുണ്ട്. കൂമൻ കാവിൽ, ഞാൻ ആവർത്തിക്കുകയാണ്, അത് ട്രഡീഷനാണ്. ട്രഡീഷൻ മാത്രമാണ്, അവിടെ മനുഷ്യനൊന്നും ഇല്ല കാര്യമായിട്ട്. ബസ് ഒരു പൊതുവാഹനമാണ്. ബസ്സും കാറും തമ്മിൽ വ്യത്യാസം എന്താ? ബസ് പൊതുവാഹനമാണ്, എല്ലാവർക്കും കയറാം, പൈസ വേണം കൊടുക്കണമെന്നേ ഉള്ളൂ. അതാണ് എല്ലാ പൈസയുള്ളവർക്ക് കയറാവുന്ന, എല്ലാ പൗരന്മാർക്കും പ്രവേശിക്കാവുന്ന ഒന്നാണ് ബസ്. കാറ് എന്ന് ഞാൻ ഇപ്പോഴും സ്വകാര്യ വാഹനമാണ്. കാരണം സ്വകാര്യമായി ആയിക്കോളുന്നില്ല, എങ്കിലും നമ്മുടെ മനസ്സിൽ അങ്ങനെയുള്ളത്. ഓമ്നി ബസ് എന്ന വാക്കെന്നാണ് ബസ് എന്ന വാക്കുണ്ടായത്. അതും പറയട്ടെ. ഓമ്നി എന്നുള്ള വാക്ക് എല്ലാം എന്നർത്ഥം. ബസ് എന്നുള്ള വാക്ക് ഇന്ത്യയിൽ വന്നത്, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ വന്നത് ഓമ്നി ബസ്. പണ്ട് ഓമ്നി ബസ് എന്നായിരുന്നു പറയാറുണ്ട്. പിന്നെ അത് ചെറുതാക്കാൻ വേണ്ടിയിട്ട് ബസ്സിന് നീളം കൂടിയിട്ടുണ്ട്, പക്ഷെ വാക്കിന്റെ നീളം കുറഞ്ഞു, ബസ് എന്നായി. അപ്പോൾ ഈ 2 വാക്ക് ഒന്നുകൂടി പറയാം. ഈ 2 വാക്ക് ഈ നോവലിലെ മൊത്തം പ്രകൃതത്തെ, അല്ലെങ്കിൽ ഭാഷാ വ്യവസ്ഥയെ, അല്ലെങ്കിൽ കഥാപാത്രത്തിന്റെ നായക വ്യവസ്ഥയെ ഒക്കെ ചൂണ്ടിക്കാണിക്കുന്ന വാക്യങ്ങളാണ്.
അവിടെ ചെന്ന് നിന്നപ്പോൾ ഇനി ആ സ്ഥലം രവിക്ക് അപരിചിതമായി തോന്നിയില്ല. സ്ഥലം, മലയാളത്തിൽ ഏതെങ്കിലും നോവലിന്റെ ആദ്യത്തെ വാക്യത്തിൽ സ്ഥലം എന്നുള്ള വാക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മലയാളത്തിൽ മുഴുവൻ നോവൽ ഞാൻ വായിച്ചിട്ടുണ്ടാവില്ല, നിങ്ങൾ വായിച്ചിട്ടുണ്ടാവില്ല, ഉറപ്പില്ല പറയുന്നത്. സ്ഥലം എന്നുള്ള വാക്ക് ആ ഒരു ആദ്യത്തെ വരിയിൽ തന്നെയുള്ള അപൂർവ നോവലുകളിലൊന്നാണ് ഖസാക്കിന്റെ ഇതിഹാസം. സ്ഥലം, ഇത് സ്ഥലത്തെക്കുറിച്ചുള്ള നോവലാണ്. ഇറ്റ്സ് എ പ്ലേസ് നോവൽ. ഇത് സ്ഥലത്തെക്കുറിച്ചുള്ള നോവൽ. ഖസാക്കിന്റെ ഇതിഹാസം. ഖസാക്ക് എന്ന് പറഞ്ഞാൽ പാലക്കാട്ടെ ഒരു സ്ഥലമാണ്, നമുക്കറിയാം, സ്ഥലമാണ്. സ്ഥലം എന്നുള്ള വാക്ക് ഇത് പ്ലേസ് നോവലാണ് എന്ന വെളിവാക്കൽ അങ്ങനെ നടക്കുന്നു. ഇനി രവി എന്ന വാക്ക്, രവി നായക സ്ഥാനത്താണ്. ഇത് നായകനുണ്ട്, നായക സങ്കല്പം നോവൽ നിർബന്ധമൊന്നുമല്ല, പക്ഷെ ഈ നോവൽ നായകനുണ്ട് നമുക്കറിയാം. പണ്ട് AS മാതൃഭൂമിക്ക് ചിത്രം വരച്ചപ്പോ അത് പിന്നെ ഇവിടെ സ്മാരകത്തിലുണ്ട്. ആദ്യത്തെ രവിയെ പോലെയല്ല അവസാന കാലത്തെ രവി. ആദ്യത്തെ രവി കുറച്ച് വയസ്സനായിട്ടുള്ള അശുവായിട്ടുള്ള ഒരു കുറച്ച് നടുവൊക്കെ ഇങ്ങനെ ഒടിഞ്ഞു പോയൊരു മനുഷ്യനാണ്. പിന്നെ നോവൽ വായിച്ച് പോകുമ്പോൾ ASന് തോന്നി ഇങ്ങനെയല്ല, കുറച്ചും കൂടി തുടുപ്പുള്ള ഒരു യുവാവാണ്, അമേരിക്കയിലേക്കൊക്കെ പോകാനുള്ള ആരോഗ്യമുള്ള ഒരാളാണ്. അപ്പോൾ അവസാനം മാറ്റുന്നുണ്ട്. പക്ഷെ സത്യസന്ധതയുള്ളതുകൊണ്ട് ആ ചിത്രങ്ങൾ അദ്ദേഹം പിൻവലിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ ഇട്ടെ അതൊരു രഹസ്യമാണ്. പക്ഷെ ഇത് പരസ്യപ്പെടുത്തേണ്ട എല്ലാ രഹസ്യങ്ങളും പരസ്യമാകുമ്പോൾ അതിന് ചരിത്ര മൂല്യം ഉണ്ടാവും. അപ്പോൾ അത് ഞാൻ പറയാം. ഈ രവി എന്നുള്ള വാക്ക് വളരെ പ്രധാനമാണ്. സൂര്യനാണെന്ന് മാത്രം, ഈ ഇരുട്ടിന്റെ കണ്ടമാന സാധനങ്ങളുണ്ട്. ഈ നോവല് ഇരുട്ടിനെ കുറിച്ചുള്ള കണ്ടമാനമുണ്ട്. അത് ഉദിക്കാത്ത അസ്തമിക്കാത്ത സന്ധ്യ നമ്മൾ പറഞ്ഞില്ലേ, ഒരുപാടുണ്ട് ഇരുട്ടിനെ കുറിച്ച്. അവസാനം ഇരുട്ടനിലുണ്ടാവുന്നു മരണം. രവി സൂര്യനാണ്. ഒന്ന് പറയട്ടെ, രവി എന്ന വാക്ക് ഇന്ത്യൻ എൻലൈറ്റൻമെന്റിന്റെ, ഇന്ത്യൻ ആധുനികതയുടെ തന്നെ പറയാം, ഒരു കേന്ദ്രസ്ഥാനത്തുള്ള വാക്കാണ്. മലയാളത്തിൽ ആദ്യത്തെ രവീന്ദ്രൻ ആരും നിങ്ങൾക്ക് അറിയോ? അതിപ്പോ ആ പേരിട്ടായിരുന്നു അറിയോ? രവി ടാഗോറിന്റെ ഓർമ്മയാണ്, സംശയമില്ല. ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചിട്ട് ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ കൊല്ലം ഭാഗത്തോ മറ്റുള്ള ഒരു ചെറുപ്പക്കാരൻ അയാളുടെ മൂത്ത ആൺകുട്ടിയെ പിന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെ അടുത്ത് കൊണ്ടുപോയി. അതിന്റെ പേരിടാൻ വേണ്ടി പറഞ്ഞു. പേരിട്ടു. മടിയിലിരുത്തിയിട്ട് ഗുരു പേര് പറഞ്ഞു കൊടുത്തു, രവീന്ദ്രൻ. അയാൾ പിന്നെ CPIയുടെ വലിയ നേതാവായി, P രവീന്ദ്രൻ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഹാൻഡെക്സിന്റെ ഒക്കെ ചെയർമാനായിരുന്നു, MLA ആയിരുന്നു. P രവി മരിച്ചുപോയി. അദ്ദേഹമാണ് രേഖ അനുസരിച്ച് കേരളത്തിലെ ഒന്നാമത്തെ രവീന്ദ്രൻ. ചുരുക്കി പറഞ്ഞാൽ രവി എന്ന പേര് ഒരു വേദങ്ങളിലും മറ്റുള്ള വാക്കാ. വേദങ്ങളിലൊക്കെ വാക്കുണ്ട്. പക്ഷെ കേരളീയ സന്ദർഭത്തിൽ ആധുനികതയുടെ ഒരാളാണ് രവീന്ദ്രൻ എന്നുള്ള വാക്ക്. കൂട്ടത്തിൽ പറയട്ടെ, G ശങ്കർ കുറുപ്പിന്റെ മകന്റെ പേര് രവീന്ദ്രനാഥ് എന്നാണ്. P കുഞ്ഞിരാമൻ നായരുടെ ഏക മകന്റെ പേര് രവീന്ദ്രൻ എന്നാണ്. അപ്പൊ ഇതൊക്കെ ഈ പാരമ്പര്യത്തിൽ നിന്ന് വരുന്ന ആ കൂട്ടത്തിലാണ് ഈ മനുഷ്യൻ കയറി വയ്ക്കുന്നത്. പക്ഷെ അവര് ഉദ്ദേശിക്കുന്ന ഒരു സംഗതി ഒന്നുമല്ല രവിക്കുള്ളതെന്ന് നമുക്ക് അറിയാം. രവിയുടെ കാവ്യ ഈ തരം കാവ്യമൊന്നുമല്ല. രവി ഒരു സന്യാസിനിയുടെ കച്ച അവിടുന്ന് ഊരിയെടുത്തിട്ടാണ്, അതാണ് അയാൾ എടുക്കുന്ന കാവ്യം. മറ്റേ കാവ്യക്ക് അങ്ങനെ ഒരു രവി, ഒരു നെഗറ്റീവ് രവി എന്ന് പറയും. ഒരു എതിർ രവി എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി വ്യക്തമാവും. ഒരു എതിർ രവിയാണ് ഇതിലത്തെ രവി. ആ ആധുനികതയെ അദ്ദേഹം ഈ സാങ്കേതിക ആധുനികതയെ, അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായി പറയുന്ന പ്രോഗ്രസീവായിട്ടുള്ള ആധുനികതയിലുള്ള അവിശ്വാസക്കുറവ് ഈ കഥാപാത്രത്തിൽ നമുക്ക് വായിക്കാവുന്നതാണ്. അപ്പോൾ ഇതുവരെ പിന്നെ ഇപ്പോ കൂവൻകാവൽ ബസ് എന്ന് നിന്നപ്പോൾ എന്നുള്ളതിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് റിയലിസ്റ്റിക് ആണ്. അത് പറഞ്ഞപ്പോൾ നമ്മൾ വഴിമാറിപ്പോയത്. രവീന്ദ്രനടുത്ത് നമ്മൾ നിർത്തി. ഇനി തിരിച്ചു വരാം. ആ സ്ഥലം അപരിചിതമായി തോന്നിയില്ല എന്നാകുമ്പോൾ ഇത് മാജിക് റിയലിസത്തിലേക്ക് പ്രവേശിച്ചു. തൃശ്ശൂർ ആദ്യം വന്നപ്പോൾ ആ സ്ഥലം അപരിതമായി തോന്നിയില്ല എന്ന് പറഞ്ഞാൽ യുക്തിയുണ്ട്. കാരണം അതിന്റെ ചിത്രങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇല്ലേ? ഇപ്പൊ കൽക്കട്ടയിൽ പോകാത്തവർക്കും കൽക്കട്ടയെ പറ്റി ഏതാണ്ടൊരു ധാരണയുണ്ടാവും. ഇപ്പൊ പുതിയ കാലത്ത് പ്രത്യേകിച്ചും ഈ പിന്നെ ട്രാവൽ ബ്ലോഗെല്ലാം ഇഷ്ടം പോലെ വരുന്നതുകൊണ്ട് നമുക്ക് സ്ഥലങ്ങളൊക്കെ അറിയാം. പക്ഷെ ഇത് ഗ്രാമമാണ്. അപ്പോൾ ആ സ്ഥലം അപരിചിതമായി തോന്നിയില്ല. നിസ്സാരം അപരിചിതമായി തോന്നിയില്ല എന്ന് സാധാരണ മലയാളമാണ്, എല്ലാവർക്കും മനസ്സിലാവും, ടിപ്പണിയൊന്നും വേണ്ട. പക്ഷെ എത്ര വിചിത്രമാണിത്. നിസ്സാര മലയാളമാണ്, പക്ഷെ അതിന്റെ അർത്ഥം ഒരു സ്ഥലം അപരിചിതമായി ആദ്യമായിട്ട് വരുന്നതാണ്, പക്ഷെ ആ സ്ഥലം അപരിചിതമായി തോന്നിയില്ല എന്ന്. അപ്പൊ ഇങ്ങനെ ആദ്യ വാക്യം തന്നെ വളരെ സങ്കീർണമാണ്. അതിൽ പല പല സാംസ്കാരിക ചിഹ്നങ്ങൾ ഇങ്ങനെ ഒളിച്ചിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒളിച്ചിരിക്കാതെ ഉണ്ട്. അപ്പൊ ഈ ചർച്ച, ഈ ഒന്നാമത്തെ വാക്യം നമ്മൾ പോസ്റ്റ്മോർട്ടത്തിന് വിധേയാക്കുന്നുള്ളൂ. പക്ഷെ ഈ വാക്യ രീതി അപ്പോൾ ശരിക്കും സെമാൻറ്റിക് ലോഡ്, ഈ
പിന്നെ എന്താണ് ലിംഗ്വിസ്റ്റിക്സിന്റെ ഒക്കെ രീതിയിൽ പറഞ്ഞാൽ അർത്ഥ ഗുരുത്വമുള്ള സെമാൻറ്റിക് ലോഡുള്ള വാക്യങ്ങൾ ആണ്. വിജയൻ ഒരുപാട് കാലം തിരുത്തി പിന്നെ OM അനുജൻ എന്ന് പറയുന്ന ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ മലയാളം പ്രൊഫസർക്ക് കൊടുത്തു. അദ്ദേഹം കുറെ തിരുത്തുകൾ നിർദ്ദേശിച്ചു. അങ്ങനെയൊക്കെയാണ് ഖസാക്കിന്റെ ഇതിഹാസം എഴുതുന്നത്. ഓരോ അധ്യായം എഴുതിയിട്ട് പിന്നെ ആർക്ക് അയച്ചു കൊടുത്ത് പൈസ വാങ്ങിച്ച കഥയല്ല ഖസാക്കിന്റെ നിർമ്മാണ കഥ. അങ്ങനെ വളരെ അധ്വാനത്തിലൂടെ പദധ്യാനം എന്നുള്ള വാക്ക് വിജയൻ മലയാളത്തിൽ അവതരിപ്പിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞു പദധ്യാനം അങ്ങനെ ഉണ്ടായ ഒരു പുസ്തകമാണ് ഖസാക്ക്. അപ്പോൾ ഇത് നിരന്തരം പിന്നെ നോവലിൽ കാണാം ഈ ഘടന. അപ്പൊ ഈ ഒന്നാമത്തെ വാക്യത്തെ ഒന്ന് ധ്യാനിച്ച് വെച്ചാൽ വിജയൻ എന്നുള്ള എഴുത്തുകാരൻ എത്ര വലിയ സൂക്ഷ്മതയുള്ള ആളാണെന്നും ഭാവനാശേഷിയുള്ള ആളാണെന്നും ഭാഷാ ശ്രദ്ധയുള്ള ആളാണ് എന്ന് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഖസാക്കിലെ ജീവിത വീക്ഷണം ഒറ്റ മട്ടിലുള്ളതല്ല. PT ഭാസ്കർ പണിക്കർ പറഞ്ഞ പോലുള്ള ഒന്നല്ല. ആ PT മോശക്കാരനായതുകൊണ്ടല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, അത് നിഷ്കളങ്കോട് പറഞ്ഞാണ്. പക്ഷെ അങ്ങനെയല്ല നോവൽ വേണ്ടത്. നോവൽ അടിസ്ഥാന സ്വരൂപം എന്ന് പറയുന്നത് ബഹുസ്വരതയാണ്. ജീവിതം അങ്ങനെയാണ്. മറ്റു വിഷയങ്ങളില്ല, ഒറ്റ വിഷയം മാത്രമേ ഉള്ളൂ എന്നുള്ള വിചാരം മാർസിയൻ പോലും അല്ല. മാർസിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നോവലിസ്റ്റുകളൊന്നും ഇങ്ങനെയുള്ള മുദ്രാവാക്യ സമാനമായിട്ടുള്ള നോവലുകളിലേക്കോ കൃതികളിലേക്കോ വന്ന ആളുകളല്ല. സൈക്കോളജിക്കലായിട്ടുള്ള പിന്നെ അഗാധതയുള്ള മിസ്റ്ററീസ് ഓഫ് പാരീസ് പോലുള്ള നോവലുകളെ കുറിച്ച് മാർസ് എഴുതിയിട്ടുണ്ടെന്ന് അറിയാം. ഇപ്പോൾ സാഹിത്യ അക്കാദമി NBS പ്രസിദ്ധീകരിക്കാൻ വേണ്ടി പോകുന്ന ഒരു പുസ്തകം, അത് എനിക്ക് തോന്നുന്നു മലയാള വായനയിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കരുത്തുള്ള പുസ്തകമാണ്. മാർസും എംഗൽസും എഴുതിയ സാഹിത്യക്കുറിപ്പുകൾ വ്യാഖ്യാനമില്ലാതെ. ട്രാൻസ്ലേഷൻ കഴിഞ്ഞു അച്ചടിക്കാൻ വേണ്ടി മാർസും എംഗൽസും എഴുതിയ സാഹിത്യക്കുറിപ്പുകൾ വ്യാഖ്യാനമില്ലാതെ വ്യാഖ്യാനിച്ചിട്ടാണ് അദ്ദേഹത്തെ അവരെ ചെറുതാക്കുന്നത്. അവര് ചരിത്രബോധമുള്ള ആളുകളാണ്. അതുകൊണ്ട് വ്യാഖ്യാനിച്ച് പ്രൊപ്പഗാൻഡിസ്റ്റായിട്ട് പ്രചരണപരമായിട്ട് സാഹിത്യത്തെ ചെറുതാക്കാൻ അവർ രണ്ടുപേരും തയ്യാറല്ല. അങ്ങനെയല്ല അവരുടെ ലോകവീക്ഷണം. അങ്ങനെ ഒരു റിഡക്ഷനിസ്റ്റ് രീതിയിലുള്ള മാർക്സിസത്തെ കാണേണ്ടതെന്ന് പല രീതിയിൽ നമുക്ക് പറയാം. അത് ഏറ്റവും പ്രകടമായും ലളിതമായും മനസ്സിലാക്കാവുന്ന ഒരു കുറിപ്പ്. അവർ രണ്ടുപേരും ഈസ്തറ്റിക്സ് എഴുതിയിട്ടില്ല. അവർ രണ്ടുപേരും സാഹിത്യത്തെക്കുറിച്ച് പ്രത്യേക പുസ്തകങ്ങൾ എഴുതിയിട്ടില്ല. പല സന്ദർഭങ്ങളിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ അല്ല ഒരു ഖണ്ഡിക, 2 ഖണ്ഡിക, 1 പേജ് അത്രയേ ഉള്ളൂ. അത് ഒന്നിച്ച് ചേർത്ത് അത് മലയാളത്തിൽ എന്താണ്ട് 2-3 മാസത്തിന് ഉള്ളിൽ പുറത്തു വരുന്നതാണ് വിചാരിക്കേണ്ടത്. അപ്പൊ അത് മലയാള വായനയിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ കെൽപ്പുള്ള ഒരു പുസ്തകമാണെന്ന് തൃശ്ശൂരിൽ വെച്ച് പറയുമ്പോൾ അതിൻ്റെ ഒരു പരസ്യപ്പണി കൂടിയാണ് ഞാൻ എടുക്കുന്നത്. പക്ഷെ അത് കാര്യമായിട്ടുള്ള ഒരു വെളിപ്പെടുത്തലാണ്. അപ്പോൾ പല ശൈലികൾ, പല വിഷയങ്ങൾ, പല ചർച്ചകൾ, അങ്ങനെ പല ലോകങ്ങൾ ഇതാണ് വിജയൻ സൃഷ്ടിക്കുന്നത്. അങ്ങനെ അതുകൊണ്ട് സംഘനൃത്തം ആണ് വിജയന്റെ നോവൽ. ധർമ്മപുരാണത്തിൽ ഇത് വിധ്വംസകമായ നില പ്രാപിക്കുന്നു. ഞാനിപ്പോൾ ആലോചിക്കുന്നത് എന്തുകൊണ്ട് ധർമ്മപുരാണം പോലുള്ള ഒരു നോവൽ ഇപ്പോൾ ഉണ്ടാകുന്നില്ല. ഉണ്ടാവേണ്ട നല്ല സന്ദർഭമാണ് ഇത്, പക്ഷെ ഉണ്ടാകുന്നില്ല. നമുക്ക് ഭയമുണ്ട്. നമുക്ക് വേനൽക്കാലം, മഴക്കാലം, മഞ്ഞുകാലം എന്നൊക്കെ പറയുന്ന പോലെയുള്ള കാലങ്ങളെക്കാൾ ശരിയായ ഭയക്കാലം ഉണ്ടായിരിക്കുന്നു. ഈ ഭയക്കാൽ ജീവിക്കുന്നവർക്ക് ധർമ്മപുരാണം സങ്കല്പിക്കാനോ ധർമ്മപുരാണം സങ്കല്പിച്ചാൽ തന്നെ എഴുതാനോ പറ്റില്ല. അതുകൊണ്ട് ധർമ്മപുരാണം പിറക്കുന്നില്ല. അധികാരത്തിന്റെ ഹിംസ യുക്തിയുടെ ഭാഷയിൽ പ്രകടിപ്പിക്കാൻ, സത്യസന്ധമായി പ്രകടിപ്പിക്കാൻ ആവില്ല എന്ന് മലയാളി മനസ്സ് തിരിച്ചറിഞ്ഞ സന്ദർഭത്തിലാണ് ധർമ്മപുരാണം ഉണ്ടാവുന്നത്. കാരണം അധികാരത്തിന്റെ ഹിംസ എന്ന് പറയുന്നത് വളരെ അൺറിയലിസ്റ്റിക് ആണ്. മാർക്കേസിന്റെ ഒരു നോവലിൽ തനിക്കെതിരെ ലേഖനം എഴുതിയിട്ടുള്ള ഒരു പത്രപ്രവർത്തകനെ അധികാരി അവതരിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് അവിടുത്തെ കുറെ ആളുകൾക്ക് ഇയാൾ വിരുന്ന് കൊടുക്കുമ്പോൾ ഭക്ഷണം വിളമ്പുന്നു. ഭക്ഷണം വിളമ്പിയിട്ട് അവർ കഴിക്കുന്നു. അപ്പോൾ പറയുന്നുണ്ട്, നിങ്ങളുടെ നായകനായിട്ടുള്ള മനുഷ്യൻ നിങ്ങളുടെ ശരീരത്തിലുണ്ട്. അയാളെ കൊത്തി എറിഞ്ഞ് ഇറച്ചിയാക്കി മസാല കൂട്ടി അതാ വിളമ്പിയിരിക്കുന്നത്. ഇത് സംഭവമാണെന്ന് വെച്ചാൽ സംഭവമായിക്കൊള്ളുന്നില്ല. പക്ഷെ അധികാരം എന്ന് പറയുന്നത് ഇങ്ങനെയും പ്രവർത്തിക്കാൻ തയ്യാറാവുന്ന ഒന്നാണ് എന്നാണ് മാർക്കേസ് അദ്ദേഹത്തിന് ആദ്യകാലത്തെ ഈ കൃതിയിൽ നിന്ന് പറയുന്നത്. അപ്പോൾ അധികാരത്തിന്റെ ഹിംസ എന്ന് പറയുന്നത് യുക്തിയുടെ ഭാഷയിൽ, പത്രത്തിന്റെ ഭാഷയിൽ അവതരിപ്പിക്കാൻ പറ്റുന്ന ഒന്നല്ല എന്നുള്ള വിചിത്രവും പ്രധാനവുമായിട്ടുള്ള ഒരു ബോധം നമുക്ക് പകർന്നു തന്ന കൃതിയുടെ പേരാണ് ധർമ്മപുരാണം. അധർമ്മ പുരാണം വേറെയുള്ളതുകൊണ്ടാണ് നോവലിന് ധർമ്മപുരാണം എന്ന പേര് ഉണ്ടായത്. അധികാരം കൂടുതൽ ഭീകരമായി ഇന്നത്തെ സാഹചര്യത്തിൽ ധർമ്മപുരാണം കൂടുതൽ ധാർമ്മികമായിട്ടുള്ള ഒരു പാഠമാണ് എന്ന് മാത്രം ഇവിടെ ചുരുക്കി പറയുന്നു. നമുക്ക് ഗുരുസാഗരത്തെ കുറിച്ച് പറയണം. ഗുരുസാഗരം 1971 യുദ്ധത്തിന്റെ സാഹചര്യത്തിലുള്ള നോവൽ ആണ്. അതിലെ പ്രധാന കഥാപാത്രമായ കുഞ്ഞുണ്ണി, നല്ല മലയാളമാണ് കുഞ്ഞുണ്ണി എന്നുള്ള വാക്ക്, കേരളത്തിൽ മാത്രമേ ആ വാക്കുള്ളൂ, അസലായിട്ടുള്ള പേരാണ് കുഞ്ഞുണ്ണി. അദ്ദേഹം ആ ലാളിത്യം, ഭാഷയുടെ ലാളിത്യം ആ പേരിൽ സൂചിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ
പിന്നെ കുഞ്ഞുണ്ണി അവിടെയുണ്ട്. ഡൽഹിയിൽ ജോലി ചെയ്യുന്ന ജേർണലിസ്റ്റാണ് കുഞ്ഞുണ്ണി. അത് നല്ല സൂചനയാണ്. ജേർണലിസ്റ്റാണ്. പക്ഷേ ഈ നോവലിന്റെ ഭാഷ ജേർണലിസ്റ്റിന്റെ ഭാഷയല്ല. ജേർണലിസ്റ്റിന്റെ ഭാഷ നല്ല ഭാഷയാണ്, അതിന് ജനാധിപത്യ സമൂഹത്തെ സൃഷ്ടിക്കാൻ പറ്റും. പക്ഷേ ജേർണലിസ്റ്റുകൾക്ക് ജനങ്ങളുടെ എല്ലാ മാനസിക വ്യാപാരങ്ങളെയും അടയാളപ്പെടുത്താൻ പറ്റില്ല. ജേർണലിസത്തിന്റെ ഭാഷയ്ക്ക് എല്ലാ മനോവികാരങ്ങളെയും അവതരിപ്പിക്കാൻ പറ്റില്ല. ജേർണലിസത്തിന് അതിന്റെ ഭാഷയുണ്ട്, അതേ അവർക്ക് പറ്റൂ. അവർക്കാവാത്ത മറ്റൊരുപാട് പ്രവിശ്യകൾ മനുഷ്യന്റെ മനസ്സിലും ചലനങ്ങളിലും ഉണ്ട്. അതിനുവേണ്ടി കലയുടെ ഭാഷ വേണം എന്നർത്ഥം. അപ്പോൾ ജേർണലിസ്റ്റ് ആയിട്ടുള്ള യാഥാർത്ഥ്യത്തിന്റെ വിതരണക്കാരാണ് ജേർണലിസ്റ്റുകൾ. അവർക്ക് അങ്ങനെയാണ് പറയാറുള്ളത്. അവർക്ക് പറ്റാത്ത ചില കാര്യങ്ങളുണ്ട് എന്ന് കുഞ്ഞുണ്ണി വിചാരിക്കുന്നുണ്ട് എന്ന് വിചാരിക്കാം. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞുണ്ണിയുടെ ചിന്താ രീതി ജേർണലിസ്റ്റിൻ്റെ അല്ല. ഇതിലെ പ്രധാന കഥാപാത്രമായിട്ടുള്ള കുഞ്ഞുണ്ണി തൊഴിൽപരമായി ജേർണലിസ്റ്റ് ആണെങ്കിലും ചിന്താപരമായിട്ട് അയാൾ ജേർണലിസ്റ്റ് അല്ല. ദാമ്പത്യം, കുടുംബം പോലുള്ള വിഷയങ്ങളുണ്ട്. ഇപ്പൊ നമുക്ക് ലാസ്റ്റ് ബസ് എന്നൊരു സങ്കല്പം പണ്ടുണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെ ഇപ്പൊ എല്ലാ സമയത്തും ഈ ലാസ്റ്റ് ബസ്സിന്റെ തീം എന്ന് പറയുന്നത് വീട് എന്നില്ല, കുടുംബം. അതിന് വീട്ടിലെത്തണം. അത് 1960 ശേഷം കേരളത്തിലുണ്ടായ ഒരു വിഷയമാണ്. ലാസ്റ്റ് ബസ്, എങ്ങനെ ലാസ്റ്റ് ബസ് കയറി വീട്ടിലെത്തണം. വീടാണ് നമ്മുടെ ജീവിതത്തിന്റെ കേന്ദ്രം എന്നുള്ള വിചാരം പണ്ടുണ്ടായിരുന്നില്ല. പണ്ട് ഇത്രയും ബസ്സില്ല, അവിടെ വീട് കിടക്കും, ബസ് സ്റ്റാൻഡിൽ വീട് കിടക്കും, വീട്ടിൽ വീട് കിടക്കും. അപ്പൊ അങ്ങനെ പക്ഷേ ഇല്ല, ബസ്സുകൾ വന്നതിന് ശേഷം വീട്ടിലെത്തണം. അപ്പൊ വീട് എന്നുള്ളത് വീടിന് രാഷ്ട്രീയം ഇല്ലല്ലോ. എല്ലാവരുടെ വീടിന്റെയും രാഷ്ട്രീയം ഒരുപോലെയാണ്. അപ്പോൾ അതുകൊണ്ട് സ്വാർത്ഥതയുടെ ഒരു നിലയമായിട്ട് വീട് മാറുന്നതായിട്ട് നമുക്ക് അറിയാം. കുടുംബം മാറുന്നതായിട്ട് നമുക്കറിയാം. ഫാമിലി എന്നുള്ള വാക്ക് ഫെമിലിയർ എന്ന വാക്കുമായി ബന്ധപ്പെട്ടതാണ്. പക്ഷെ മറ്റുള്ള ആളുകളോട് യഥാർത്ഥ ഫെമിലിയാരിറ്റി ഇല്ലാതിരിക്കുകയും എൻ്റെ ഭർത്താവിനോടും എൻ്റെ ഭാര്യയോടും എൻ്റെ മക്കളോടും മാത്രം ഫെമിലിയാരിറ്റി ഉണ്ടാവുകയും ചെയ്യുന്ന മനുഷ്യന്റെ മനോവ്യാപാരങ്ങളെ ഇടുങ്ങി ഒന്നാക്കി തീർക്കുന്ന ഒരു വ്യവസ്ഥയുടെ പേരാണ് ഫാമിലി എന്ന് നമുക്ക് ഇന്നറിയാം. പഴയ ഫാമിലിയെ കുറിച്ച് പഠിച്ച എംഗൽസിനെ പോലെ ആളുകൾക്ക് ഇത് പറയേണ്ടി വന്നിട്ടില്ല. പക്ഷെ ഇന്ന് നമുക്ക് അങ്ങനെ അറിയാം. മനുഷ്യനെ വല്ലാതെ കുടുക്കുന്ന ഒന്നാണ് ഫാമിലി എന്ന പ്രത്യയശാസ്ത്രം. കുടുംബ പ്രത്യയശാസ്ത്രം എന്നുള്ള വാക്ക് ഇപ്പോൾ ഉണ്ട്. പക്ഷെ ഇദ്ദേഹത്തിന് ഈ സ്വാർത്ഥതയുടെ ഒരു കുടുംബ സങ്കല്പമില്ല. ഒരു ഉദാഹരണം മാത്രം പറയാം. കല്യാണി എന്നാണ് കുഞ്ഞുണ്ണിയുടെ മകളുടെ പേര്. ഇത് പ്രസിദ്ധമായ സന്ദർഭമാണ്. കല്യാണി യഥാർത്ഥത്തിൽ ബയോളജിക്കലി തൻ്റെ മകളല്ല എന്ന് കുഞ്ഞുണ്ണി അറിയുന്നു. ആരിൽ നിന്ന് അറിയുന്നു? ഭാര്യ ശിവാനിയിൽ നിന്ന് തന്നെ അറിയുന്നു. കല്യാണിയുടെ ബയോളജിക്കൽ ഫാദർ, യഥാർത്ഥ ജനയിതാവ് പിനാകി ഭട്ടാചാര്യയാണ് എന്ന് ശിവാനിയിൽ നിന്ന് കുഞ്ഞുണ്ണി അറിയുന്നു. പക്ഷേ എന്താ സാധാരണ ഒരാൾ ചെയ്യാം? ഒരുപക്ഷെ ശിവാനിയുടെ തല തല്ലി പൊളിക്കും, അല്ലെങ്കിൽ വീട് വിട്ടിട്ട് ആശ്രമത്തിൽ പോവും, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യും, അല്ലെങ്കിൽ മദ്യത്തിലോ മയക്കുമരുന്നിലോ, അതിനൊക്കെ ന്യായീകരണം ഉണ്ടാവും ചെയ്യും. അങ്ങനെയൊക്കെ അല്ലേ? പക്ഷെ ഇദ്ദേഹത്തിന് ഒരു സങ്കടവുമില്ല. സ്നേഹം എന്ന വളരെ വളരെ വിമോചനപരമായ മറ്റൊരു കാര്യം കൂടിയുണ്ട്. സ്വാർത്ഥതയ്ക്ക് പുറത്ത്, ഈ ബയോളജിക്കലായിട്ടുള്ള സ്വാർത്ഥതയ്ക്ക് പുറത്ത് സ്നേഹം എന്ന് പറയുന്ന മ്യൂച്വാലിറ്റി എന്ന് പറയുന്ന, അതാണ് വാക്ക്. ഇപ്പൊ ഞാൻ പ്രസംഗിക്കുമ്പോൾ തുടങ്ങിയത്, എല്ലാ ദിവസവും തുടങ്ങാറുള്ളത് പ്രിയപ്പെട്ടവരെ എന്ന് പറഞ്ഞിട്ടാണ്. എന്തെങ്കിലും തോന്നിയോ നിങ്ങൾക്ക്? എനിക്കൊന്നും തോന്നിയിട്ടൊന്നുമില്ല. അങ്ങനെ പറയുന്ന എന്ന് പറഞ്ഞാലും അതാണ് അർത്ഥം. പ്രസംഗിക്കുമ്പോൾ ഞാൻ ഒന്ന് ചുമച്ചാലും പ്രിയപ്പെട്ടവരെന്ന് പറഞ്ഞാൽ എനിക്കൊന്നും തോന്നുന്നു അങ്ങനെ ആയിരിക്കും നമ്മൾ, ഞാനും നിങ്ങളും. പ്രിയം എന്നുള്ളത് വളരെ നല്ല വാക്കാണ്. നമുക്കൊന്നു സഖാവേ, സുഹൃത്തെ, പ്രിയപ്പെട്ടവരെ എന്ന് പറയുമ്പോൾ ഒരു വാക്ക് മാജിക് ഉണ്ടാക്കണ്ട, അർത്ഥമായിട്ട് ഇങ്ങനെ മുഴങ്ങണ്ട, നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഇളക്കമുണ്ടാക്കേണ്ട വാക്കാണ് പ്രിയപ്പെട്ടവരെന്നൊക്കെ. പക്ഷെ ഇപ്പൊ കേരളത്തിൽ തെയ്യം ഈ തോറ്റത്തിലെ എല്ലാ കുടുംബക്കാരെയും വിളിക്കും ഞങ്ങളുടെ നാട്ടിൽ. അതുപോലെ ഈ ഇരിക്കുന്ന 25 ആളെയും വിളിക്കുന്ന രീതിയാണ് ഇപ്പൊ കേരളത്തിൽ, അല്ലേ? പ്രസംഗം പ്രിയപ്പെട്ടവരെന്ന് കുറച്ച് തുടങ്ങിയാൽ മതി, സഹാക്കളെ കുറിച്ച് തുടങ്ങിയാൽ മതി, അല്ല അങ്ങനെയുള്ള സ്നേഹിതന്മാരെ തുടങ്ങിയാൽ മതി. പക്ഷെ അതിന് വേറെ വീടിരിക്കുന്ന 25 ആളെയും പഞ്ചായത്ത് മെമ്പറേയും ഒക്കെ വിളിക്കുന്ന രീതിയാണ് ഇപ്പൊ കേരളത്തിൽ സമീപകാലത്ത്. അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തെ കുറിച്ച് വേറെ സെമിനാർ നടത്തുകയാണെങ്കിൽ പ്രസംഗിക്കാം. അപ്പോൾ അങ്ങനെ ഞാൻ പറയുന്നത് സ്നേഹം പോലത്തെ വാക്കുകളുടെ കാര്യമാണ് സ്നേഹം. അപ്പോൾ ഈ എൻ്റെ മകളല്ല, ഞാൻ ശിവാനിയുമായിട്ട് ഇണചേർന്നിട്ടുണ്ട്, പക്ഷെ അതിലുണ്ടായ മകളല്ല, ഇത് വേറൊരു ഇണചേരലിലെ കുട്ടിയാണെന്നില്ല ഭീകരമായ ചിന്തയില്ല. ഞങ്ങളുടെ വീട് പണിതിരിക്കുന്നത് ഇരുമ്പ് കൊണ്ടല്ല, വെട്ടുകല്ല് കൊണ്ടല്ല, ഇഷ്ടിക കൊണ്ടല്ല. ഞങ്ങളുടെ വീട് പണിതിരിക്കുന്നത് സ്നേഹം കൊണ്ടാണ്. ഇവിടെ ഫെമിലിയാരിറ്റിയുടെ യഥാർത്ഥ ഫാമിലിയിലുള്ള ആ വാക്കുണ്ടല്ലോ ഫെമിലിയാരിറ്റി, അതിൻ്റെ ഒരു അന്തരീക്ഷമുണ്ട്. അതുകൊണ്ട് എനിക്ക് ഈ കുട്ടി അന്യയല്ല, അവൾ എൻ്റെ കുട്ടി തന്നെയാണ്. അത് വളരെ വിചിത്രമായിട്ടുള്ള, വളരെ വിചിത്രം നല്ല അർത്ഥത്തിൽ ഒരു ആശയമാണ്.
വളരെ ലിബറേറ്റിംഗ് ആയിട്ടുള്ള ഒരു ആശയമാണ്. അപ്പൊ ഇങ്ങനെ ഒരാളാണ് നിർമ്മലാനന്ദ എന്ന് പറയുന്ന ഗുരുവിനെ തേടുന്നത്. അതെല്ലാവരും പറയാറുണ്ട്, അത് ഇവിടെ പോത്തൻകോടുള്ള ഒരു സ്വാമിയാണ് ഇത്. അത് എന്റെ വിഷയമല്ല. പക്ഷേ വാസ്തവത്തിൽ ഞാൻ പറയും, കുഞ്ഞുണ്ണി തന്നെയാണ് അയാളുടെ ഗുരു. ഹി ഡസൻറ്റ് നീഡ് ആൻ എക്സ്റ്റേണൽ ഗുരു. അയാൾ ഒരു പുറത്ത് ഗുരുവിനെ അന്വേഷിക്കേണ്ട ഒരു പോത്തൻകോട് വരേണ്ട കാര്യമൊന്നുമില്ല. ഈ പിനാകിയുടെ ഈ സന്ദർഭത്തിലൂടെ, അല്ലെങ്കിൽ ശിവാനി അല്ലെങ്കിൽ കല്യാണിയുടെ യാഥാർത്ഥ്യം അറിഞ്ഞിട്ടും സ്നേഹത്തിന്റെ അന്തരീക്ഷം തകർക്കാത്ത ഒരു കുഞ്ഞുണ്ണിക്ക് വേറെ ഗുരുവിന്റെ ആവശ്യമില്ല. സെൽഫ് ഗുരു, അയാൾ തന്നെയാണ് ഗുരു. വേറെ അതാണ് ഈ നോവലിലെ അടിസ്ഥാനമായിട്ടുള്ള ഒരു വിഷയം എന്ന് പറയുന്നത്. കുഞ്ഞുണ്ണി അങ്ങനെ ഉയർന്നിരിക്കുന്നു, അയാൾക്ക് വേറെ ഗുരുവിന്റെ ആവശ്യമില്ല. അപ്പൊ ഇങ്ങനെ ഞാൻ ആ നോവലെ കുറിച്ച് മൊത്തം പറയല്ല, ആ ഒരു വ്യത്യസ്തമായൊരു വീക്ഷണം അവതരിപ്പിക്കുന്നു എന്നുള്ളത്. സ്വാർത്ഥതയുടെ ലോകത്ത് നിന്ന് തുറസിന്റെയും സ്നേഹത്തിന്റെയും ഒരു ലോകം വിജയൻ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് കാര്യം. അപ്പോൾ ഈ രണ്ട് അനുഭവങ്ങളിലും, അതായത് ഈ കൽക്കത്തയിലെ അനുഭവങ്ങളിലും അതേപോലെ നിർമ്മലാനന്ദന്റെ ആശ്രമത്തിൽ വന്നതിന് ശേഷമുള്ള സ്നേഹപ്രചോദിതമായ ഒരു ആത്മീയതയുടെ ഭാഷയുണ്ട്. അല്ലാതെ ഈ കള്ളസന്യാസിമാരുടെ ആത്മീയതയുണ്ട്, അധികാരാത്മീയത എന്ന് പറയാം. ആ ആത്മീയതയല്ല. അതിന് ആത്മീയത അല്ല, വേറെ വാക്ക് തൽക്കാലം ലഭ്യമല്ലാത്തതുകൊണ്ട് അങ്ങനെ പറയുന്നേ ഉള്ളൂ. വേറെ എന്തെങ്കിലും പേര് പറയേണ്ടി വരും. അപ്പോൾ അത് അഴീക്കോട് മാഷ പോലത്തെ ആളുകൾക്കേ പറയാൻ പറ്റും. ആ പേരൊക്കെ പറയാം. അങ്ങനത്തെ വാക്ക് ആ നിമിഷത്തിൽ ഉണ്ടാക്കി പറയാം, എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഞാൻ പറയുന്നു, സ്നേഹപ്രചോദിതമായിട്ടുള്ള ആത്മീയത എന്ന് പറയുന്ന യഥാർത്ഥമായ ആത്മീയതയുണ്ട്. ആ ആത്മീയതയുടെ മലയാളത്തിലാണ് ഈ ഗുരുസാഗരം എന്ന നോവൽ ഉണ്ടായിരിക്കുന്നത്. അതിന്റെ ഗുരുത്വം വാസ്തവത്തിൽ ഇതാണ്. മധുരം കായതി പല നിലക്കും വായിക്കാം. നിരൂപകന്മാരൊക്കെ പറയാറുള്ളത് ഇക്കോ ഫിക്ഷൻ ആണ് എന്നാണ്. അതിൽ ശരിയാണ്, ഇക്കോ ഫിക്ഷൻ ആണ്. അത് ഖസാക്കിന്റെ ഇതിഹാസത്തിൽ പ്രവചിക്കപ്പെട്ടൊരു കൃതിയാണ്. ഖസാക്കിന്റെ ഇതിഹാസത്തിന് ഇതിലേക്ക് പോകാൻ വളരെ ഒരു എളുപ്പ വഴിയുണ്ട്. ഖസാക്കിന്റെ ഇതിഹാസത്തിന് പ്രകൃതി ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. ഇപ്പോൾ പല ആളുകളും ഈ ഖസാക്ക് തസറാക്കുന്ന സ്ഥലത്ത് വരുന്നത് ഈ പ്രകൃതി, ഖസാക്കിന്റെ ഇതിഹാസം അവതരിപ്പിച്ച പ്രകൃതിയുടെ സ്വച്ഛമായിട്ടുള്ള സാന്നിധ്യങ്ങൾ തേടിയിട്ടാണ്. കുറേയൊക്കെ അവിടെ കാണാം. മക്കോളം ഇവിടെയുണ്ട്, അവിടെ വയലുകൾ ഉണ്ട്, അവിടുത്തെ മനുഷ്യർക്ക് ഒരുതരം നിഷ്കളങ്കതയുണ്ടെന്ന് നമുക്ക് തോന്നും. അപ്പോൾ ആ നിലക്ക് ആണ് അങ്ങനെ ആ ഖസാക്കിന്റെ പ്രധാന ആകർഷകത്വം അതാണ്. അത് ശാശ്വതീകരിക്കപ്പെടാനാണ് അവിടെ സ്മാരകവും ലൈബ്രറിയും ചിത്രശാലയും ഒക്കെ ഉണ്ടായിട്ടുള്ളത് നമുക്കറിയാം. അപ്പോൾ ഖസാക്ക് തന്നെ ഉള്ള ഈ പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടല്ലോ. പ്രകൃതിയെ പേരൊക്കെ വിളിച്ച്, അനിയത്തിന്നൊക്കെ വിളിച്ച് പറയുന്ന ഒരു അന്തരീക്ഷമുണ്ട്. അതിൻ്റെ ഒരു എലാബറേഷനാണ്, അതിൻ്റെ ഒരു വികസിത രൂപമാണ് വാസ്തവത്തിൽ ഈ നോവൽ മധുരം ഗായതി എന്ന് പറയാം. വേറെ രീതിയിൽ പറഞ്ഞാൽ സുകന്യ എന്ന് പറയുന്ന അതിലെ കേന്ദ്ര കഥാപാത്രത്തിന്റെ ആദ്യ രൂപങ്ങളെ ഖസാക്കിലെ പെൺകിടാങ്ങളിൽ നമുക്ക് കാണാൻ പറ്റിയേക്കും. സുകന്യ, വനത്തിലെ പെൺകുട്ടി, നിഷ്കളങ്കത, സഹാനുഭൂതി, ഈ കാര്യങ്ങളൊക്കെ ഒന്നിച്ചു ചേർത്ത് വെച്ച് പറയാം. അങ്ങനെയാണ് സുകന്യ ആയിത്തീരുന്നത്. ഇത്രയും സഹാനുഭൂതിയും നിഷ്കളങ്കതയും ഒക്കെ ഉള്ളത് കൊണ്ടാണ് അവൾ സുകന്യ എന്ന പേരിന് അർഹത നേടുന്നത്. അതുകൊണ്ട് അത് ഒരു മൂല്യങ്ങളുടെ പുസ്തകമാണ്. അതും ഒരു ബദൽ, അതിൽ വിമർശനമുണ്ട്. ഇത് എഴുതുന്ന ആളുകൾ മുഴുവൻ ഇതിലെന്ത് മുതലാളിത്ത വിമർശനം ഉണ്ടെന്ന് ചോദിക്കും. ഇക്കോളജിയുടെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ അടിത്തറ തന്നെ മുതലാളിത്ത വിമർശനമാണ്. മുതലാളിത്തത്തിന് കൊള്ളയടിക്കാനേ താല്പര്യം, ലാഭമാണ് അതിൻ്റെ കണ്ടന്റ്. ലാഭത്തിന് വേണ്ടി അവരെന്ത് ചെയ്യും, മുതലാളിത്തം എന്ത് ചെയ്യും, അത് അപകടമാണ്. അപ്പൊ ഇക്കോളജി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേരളത്തിൽ വന്ന് പ്രകൃതി ശാസ്ത്രം അല്ലെങ്കിൽ പ്രകൃതി സ്നേഹം എന്നൊക്കെ പറയുന്നത് വികസന വിരുദ്ധമാണെന്നാണ്. അങ്ങനെ കണ്ടുകൂടാ, അങ്ങനെയല്ല കാണേണ്ടത്. വികസനത്തിന്റെ അടിസ്ഥാനം മുതലാളിത്താകുമ്പോൾ അനിവാര്യമായിട്ടുണ്ടാവുന്ന സന്നിഗ്ധതയാണത്, അല്ലെങ്കിൽ പ്രശ്നമാണ്. മനുഷ്യർക്ക് മാത്രമല്ല, ഭൂമിയുടെ അവകാശികൾ എന്ന് ബഷീർ പറയുമല്ലോ. ബഷീറും വിജയനും തമ്മിൽ വളരെ ബന്ധമുണ്ട്. ബഷീർ ഗുരു എന്നാണ്, വിജയന് അല്ല, ബഷീറിനെ വിജയൻ ഗുരു എന്നാണ് വിളിക്കുക. അത് പ്രധാനമാണ്, ഗുരു തന്നെയാണ്. ഭൂമിയുടെ അവകാശികൾ. പിന്നീട് ഇപ്പൊ അടുത്ത കാലത്ത് വിനോയ് തോമസിന്റെ ഒക്കെ കഥകളിലും ആ ആശയം വരുന്നുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കണം, ആ ധാര അവസാനിച്ചിട്ടില്ല. അപ്പോ പ്രകൃതിയെ നശിപ്പിക്കാൻ നമുക്ക് എന്താ അവകാശം എന്നുള്ള ചോദ്യം അത് തന്നെയാണ്. അപ്പോ ഈ മധുരം ഗായതിയുടെ രാഷ്ട്രീയമായ ധ്വനി എന്ന് പറയുന്നത് മുതലാളിത്തത്തിന്റെ ഉള്ളിൽ അനിവാര്യമായിട്ടുമുള്ള അന്ധമായ പ്രകൃതി ധ്വംസത്തിനെതിരെയുള്ള മാനുഷികമായ ശബ്ദം എന്നുള്ളതാണ്. അവിടെ മനുഷ്യനും പ്രകൃതിയും ഏതാണ്ട് ഒന്നാണ്. അതാണ് അതിന്റെ പൊളിറ്റിക്കലായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള ധ്വനി എന്ന് ഞാൻ വാദിക്കും. 1984 ഡൽഹിയിൽ കൂട്ടക്കൊല ഉണ്ടായി.
അത് ഇന്ത്യൻ നോവലിൽ ഒരുപാട് കൃതികളെ പ്രസവിച്ചു. ആ കൂട്ടക്കൊല ഖുശ്വന്ത് സിംഗിന്റെ ഡൽഹി നോവൽ എന്നുള്ള പുസ്തകം, എം മുകുന്ദന്റെ ഡൽഹി ഗാഥകൾ എന്ന പുസ്തകം, രൂപീന്ദർ സിംഗിന്റെ വേണമെങ്കിൽ നോവൽ എന്ന് പറയാവുന്ന ഡൽഹി 84 എന്നുള്ള പുസ്തകം, നമ്മുടെ നാട്ടുകാരനായ നമ്മുടെ മറ്റൊരു കേരളീയനായിട്ട് മൂന്നര കാര്യം പറഞ്ഞുകൊണ്ട് മറ്റൊരു എന്ന് പറഞ്ഞ് ഉണ്ണികൃഷ്ണൻ തിരുവാഴിയോടിന്റെ സാഹിത്യ അക്കാദമിയുടെ അവാർഡൊക്കെ കിട്ടിയ ദൃക്സാക്ഷി എന്ന നോവൽ. എനിക്ക് വ്യക്തിപരമായിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ പുസ്തകങ്ങളൊന്നുമല്ല. ഇതിനേക്കാൾ ഇഷ്ടപ്പെട്ടത് ഇന്ദിരാ ഗോസ്വാമിയുടെ പേജസ് സ്റ്റെയിൻഡ് വിത്ത് ബ്ലഡ് എന്ന നോവലാണ്. അതൊരു ആസാമീസ് നോവലാണ്. അതിന്റെ ആസാമീസ് പേര് എനിക്ക് ഓർക്കാനാവുന്നില്ല. ഇംഗ്ലീഷ് വിവർത്തനത്തിന്റെ പേര് ഇതാണ്, പേജസ് സ്റ്റെയിൻഡ് വിത്ത് ബ്ലഡ്, ചോര പുരണ്ട താളുകൾ എന്ന് മലയാളത്തിൽ പറയാവുന്ന, മലയാളത്തിൽ വന്നിട്ടില്ല പുസ്തകം. ഇതൊക്കെ ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഉണ്ടായിട്ടുള്ള കൂട്ടക്കൊലകളുടെ ചരിത്രം സ്വന്തം നിലക്ക് ഭാവനാത്മകമായിട്ട് അവതരിപ്പിക്കുന്ന നോവൽ. ഇനിയും ഉണ്ടാവും, പെട്ടെന്ന് ഓർമ്മയിൽ വന്ന നോവലിന്റെ പേരേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ പ്രവാചകന്റെ വഴിയുടെയും ഒരു പശ്ചാത്തലം 1984 ഡൽഹി കൂട്ടക്കൊല ആണ്. പക്ഷെ ഈ കൃതികൾക്കൊക്കെ പൊതുവെ ഒരു ജേർണലിസ്റ്റിക് സ്വഭാവമുണ്ട്. പക്ഷെ വിജയന്റെ പ്രവാചകന്റെ വഴി അങ്ങനെയുള്ള ഒരു കൃതി അല്ല. ദാർശനികമായ നോട്ടങ്ങൾ ഉള്ള കൃതിയാണ്. പിന്നെ അത് ഉൽപ്പാദിപ്പിക്കുന്ന സവിശേഷമായിട്ടുള്ള ഭാഷയും പിന്നെ ഈ കൃതിക്കുണ്ട് എന്ന് മാത്രം സമയം കുറഞ്ഞുകൊണ്ട് പറയുന്നു. ഇനി ഞാൻ ഒറ്റ നോവലിലേക്ക് കൂടി ചാടിപ്പോയി. നമുക്കൊരു 10 മിനിറ്റാ പരമാവധി ഉണ്ടാവുക. തലമുറകളിൽ 97 പുസ്തകം വന്നത്. വിജയന്റെ അവസാനത്തെ പ്രധാനപ്പെട്ട കൃതി അതാണ്. ഭാവനയിലൂടെ ചരിത്രത്തെ ഉണ്ടാക്കുന്ന അത് മറിച്ചല്ല, ഭാവനയിലൂടെ ചരിത്രത്തെ ഉണ്ടാക്കുന്ന ഒരു കൃതിയാണ്. ഈഴവ സമുദായം അതിൻ്റെ പിന്നെ ഒരു ക്ലാസ് എന്നുള്ള നിലക്ക് അതിൻ്റെ ഉള്ളിലുണ്ട്. ജാതീയതയെ പുതിയ മട്ടിൽ കാണുന്ന ഒരു കൃതിയാണ് തലമുറകളിൽ നിന്ന്. വരണ്ട രീതിയിൽ പറയാം. വേറൊരു രീതിയിൽ പറഞ്ഞാൽ ബ്രാഹ്മണ്യം എന്ന സാംസ്കാരിക അധികാരത്തെ പ്രശ്നവൽക്കരിക്കുന്ന കൃതിയാണ് തലമുറകൾ. അതാണ് ഇന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും വലിയ പ്രാധാന്യം. ബ്രാഹ്മണനായി തീരുക എന്ന് പറഞ്ഞാൽ എന്തോ മഹത്തരമായ കാര്യമാണെന്നുള്ള വിചാരം ഇന്ത്യൻ മനസ്സിൽ ഒരുപക്ഷെ വീണ്ടും കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അവരുടെ പേരുകളൊക്കെ എല്ലാവർക്കും അറിയാം, ഈ തൂണിന് പോലും അറിയാം, അവിടെ ഞാൻ പറയുന്നില്ല. ഈ ബ്രാഹ്മണ്യം എന്ന സാംസ്കാരിക അധികാരത്തെ പ്രോബ്ലമാറ്റൈസ് ചെയ്യുന്ന, പ്രശ്നവൽക്കരിക്കുന്ന വളരെ ധീരമായിട്ടുള്ള ഒരു കീഴാള വിചാരം എന്ന് തന്നെ തലമുറകളെ കുറിച്ച് പറയാം. സമയക്കുറവ് മൂലം അതിൻ്റെ മറ്റ് സൂക്ഷ്മതകളിലേക്ക് കടക്കാൻ വയ്യ. വിജയന്റെ ചെറുകഥകളിലും ഈ ലോകങ്ങൾ തന്നെയാണ് കാണുന്നത്. ഇതിന് ചെറുകഥകൾ സാധാരണ അർത്ഥത്തിലുള്ള ചെറുകഥകൾ അല്ല, വളരെ ഇഴയടുപ്പമുള്ള രചനകൾ അല്ല. ആദ്യകാലത്തെ കഥകളിൽ ഈ PT ഭാസ്കര പണിക്കറൊക്കെ വായിച്ച കഥകളുണ്ട്. ആദ്യകാലത്തെ കഥകളിൽ തന്നെ കേവല കാൽപ്പനികമോ യഥാതഥമോ ആയിട്ടുള്ള രീതിയോടുള്ള അതൃപ്തി കാണാം. ദാർശനികമായൊരു സ്ഥിതി അവിടെയും ഉണ്ട്, ആദ്യകാല കഥകളിൽ തന്നെ ഉണ്ട്. ഒരു പ്രത്യേക ഘട്ടത്തിൽ വിജയൻ അങ്ങനെയായി തീർന്നത് അല്ല. ഞാൻ കടൽ തീരത്തിലെ ഏറ്റവും പ്രസിദ്ധമായ വിജയന്റെ കഥ എന്നുള്ള അർത്ഥത്തിൽ കടൽ തീരത്തിലെ ഒരു ചെറിയ സന്ദർഭം പറയാം. ഞാൻ ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്, എങ്കിലും ക്ഷമിക്കുക, അത് എടുത്ത് ആവർത്തിക്കുകയാണ്. കടൽ തീരത്തിൽ വിജയന്റെ ഒരുപാട് കഥകൾ നേരത്തെ പറഞ്ഞ പോലെ മ്യൂച്വാലിറ്റിയാണ് വിഷയം. മാർക്സിസ്റ്റുകാർ ആണ് ഈ അന്യവൽക്കരണം എന്നുള്ള വാക്ക് ഏറ്റവും പ്രധാനപ്പെട്ടാണെന്ന് പറഞ്ഞത്. ഞാൻ ലോകത്തിന്റെ ഭാഗമാണെന്ന് എനിക്ക് തോന്നുന്നില്ല, അതാണ് പ്രശ്നം. ഞാൻ പ്രകൃതിയുടെ ഭാഗമാണെന്ന് എനിക്ക് തോന്നുന്നത്. മുതലാളിത്തം ഉണ്ടാക്കിയ കുഴപ്പമാണ്. ഞാൻ പ്രകൃതിയുടെ ഭാഗമല്ല, ഞാൻ മറ്റു മനുഷ്യരുടെ ഭാഗമല്ല എന്നുള്ളത്. ഞാൻ കുറെ കൊല്ലമായി പ്രസംഗിക്കുന്ന ഒരു ആശയം ഇവിടെ കുറച്ച് പുതിയ ആൾക്കാരുണ്ടാവുന്ന ആവർത്തിക്കുക. നമ്മൾ തപാൽ വിലാസം ഇല്ലേ, പോസ്റ്റൽ അഡ്രസ്സ്, അതിൻ്റെ തത്വമുണ്ട്, ദർശനമുണ്ട്. ഞാൻ വെറുതെ ഒരു പോസ്റ്റൽ അഡ്രസ്സ് പറയാം. K. നാരായണൻ, പുളിമുറിച്ച പറമ്പിൽ, പോസ്റ്റ് മാണിയാട്ട്, കാസർഗോഡ് ജില്ല. എൻ്റെ നാട്ടിലൊരാളുടെ അഡ്രസ്സാണ്. പിന്നെ കാസർഗോഡ് ജില്ല, കേരളം, ഇന്ത്യ, അങ്ങനെ നീട്ടി പോകുമല്ലോ. അത് ഒരു ദർശനമാണ്. ഈ K. നാരായണൻ ഒറ്റക്കല്ല. ഈ K. നാരായണനെക്കാളും വലുതാണ് പുളിമുറിച്ച പറമ്പിൽ, അല്ലേ? പുളിമുറിച്ച പറമ്പിലേക്കാളും വലുതാണ് മാണിയാട്ട് ഗ്രാമം, അതിനേക്കാളും വലുതാണ് കാസർഗോഡ് ജില്ല. കാസർഗോഡ് ജില്ലയിൽ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ വലുതാവുന്നതാണ് കേരളം. അപ്പൊ K. നാരായണൻ ഒറ്റക്കല്ല, അതതിൻ്റെ അർത്ഥം. പോസ്റ്റൽ അഡ്രസ്സിന്റെ ദാർശനികമായ ധ്വനി എന്ന് പറയുന്നത് ആ അഡ്രസ്സിലുള്ള മനുഷ്യൻ, അതിന് ഒന്നാമത്തെ പേര് ആരാണോ ആ മനുഷ്യൻ, ആ ഒന്നാമത്തെ പേര് അർഹനായ മനുഷ്യൻ ഒരാൾ മാത്രമല്ല, അയാൾ ഒറ്റക്കല്ല എന്നുള്ളതാണ്. അതാണ് പോസ്റ്റൽ അഡ്രസ്സിന്റെ കവിത. പക്ഷെ നമ്മുടെ ഇമെയിൽ ഇപ്പൊ നോക്കുക, K. നാരായണൻ@gmail.com, അയാളെക്കാളും വലിയ ഏകാഗി വേറെ ഇല്ല.
ഞാനും ഞാനിപ്പോൾ തപാൽ ഓഫീസിൽ പോകാനൊന്നുമില്ല. ഏർപ്പാട് മുഴുവൻ നമ്മൾ എല്ലാവരും ഇമെയിലാണ്. ഞാൻ അതിൻ്റെ ഒന്ന് നല്ലത് മറ്റേ മോശമല്ല. ഭാഷാ വ്യവസ്ഥ അതിൽ നൽകി രണ്ടാണ്. ഭാഷാ വ്യവസ്ഥ അതിൽ നൽകി രണ്ടാണ്. അപ്പോൾ ഈ വിജയന്റെ എഴുത്തിൽ നമ്മൾ ഈ മ്യൂച്വാലിറ്റി ഇതിനെതിരെ വരുന്നു, ഏകാന്തതക്കെതിരെ, മുറിഞ്ഞു മാറലിനെതിരെ, അന്യനാവലിനെതിരെ മ്യൂച്വാലിറ്റി എന്ന അതിൻ്റെ ഏറ്റവും ലളിതമായ സന്ദർഭം പറയാം. ഈ കുണ്ടുണ്ണിയെ തേടിയിട്ട് കണ്ണൂർ ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുന്ന മകനായിട്ടുള്ള യുവാവായിട്ടുള്ള കുണ്ടുണ്ണിയെ തേടിയിട്ട് വെള്ളായ്യപ്പൻ പോകുന്നു. ആദ്യമായിട്ട് ഫ്ലൈറ്റ് കയറുമ്പോൾ പേടിയുണ്ടാവില്ല, അതേ പേടി തന്നെ തീവണ്ടിയിൽ പോകുന്ന സമയത്ത് ഇയാൾക്കുണ്ട്. അപ്പോൾ ഇയാള് മരക്കാർ എന്ന് പറയുന്ന മുസൽമാനെ കാണുമ്പോൾ ഇയാൾ വിളിക്കുന്നു, ഒന്നും പറയാനില്ല, മരക്കാറേ. അല്ല, ഇത് ഏറ്റവും എല്ലാവർക്കും അറിയുന്ന വളരെ പ്രസിദ്ധമാണ്, മരക്കാറേ. അപ്പോ വെള്ളായിയേ. അവരേതാണ്ട് ഒരേ വയസ്സ് ഒന്നുമില്ല, അധികം വാക്കുകൾ, 2 വാക്കുകൾ മാത്രം വിജയൻ വിശദീകരിക്കുന്നുണ്ട്. നമ്മൾ സൂക്ഷ്മതയോടെ വായിക്കുന്നതിൽ പേടി അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടാവും. അത് മതിയായിരുന്നു, 2 വാക്കുകൾ മാത്രം ഭാഗം വേണ്ടിയിരുന്നില്ല വാസ്തവത്തിൽ. പക്ഷെ നമ്മൾ എന്തോ അവിശ്വാസം അദ്ദേഹത്തിന് ആ നിമിഷം തോന്നിക്കൊണ്ട് 2 വാക്കുകൾ മാത്രം എന്നൊക്കെ എഴുതുന്നുണ്ട്. ആവശ്യമില്ല വാസ്തവത്തിൽ. അവർ തമ്മിൽ മ്യൂച്വാലിറ്റിയാണ്. ഒരേ ഗ്രാമത്തിൽ താമസിക്കുന്ന ആളാണ്, അവർക്ക് പരസ്പരം അറിയാം, അവരുടെ വിഷയങ്ങൾ അറിയാം. എന്താണ് മരക്കാരുടെ സങ്കടം എന്ന് മറ്റേ ആൾക്കറിയാം, അല്ലെങ്കിൽ എന്താണ് വെള്ളായ്യപ്പന്റെ സങ്കടം എന്ന് മറ്റേ ആൾക്കറിയാം. കടൽത്തീരത്തില് ഈ ഇന്നത്തെ സാഹചര്യത്തിൽ മുറിഞ്ഞു മാറുന്ന മ്യൂച്വാലിറ്റി, ഞാൻ ഒരു ഉദാഹരണം കൂടി പറയാം മ്യൂച്വാലിറ്റിയുടെ. ഞാൻ ഇപ്പോഴും ബസ്സിൽ യാത്ര ചെയ്യുന്ന ആളാണ്. ഇതെല്ലാം ചില ആളുകൾ മുമ്പ് പറഞ്ഞുകൊണ്ട് കേട്ടിട്ടുണ്ടാവും, ക്ഷമിക്കുക. എഴുതിയിട്ടുണ്ട്. രണ്ടുപേരിരിക്കുന്ന ബസ്. അതിൽ ഒന്നാമത്തെ ആള് കഴിഞ്ഞ കുറച്ച് ബസ് യാത്രയുടെ ദൃശ്യം മാറിയതിനെ കുറിച്ച് 10-15 വർഷമായിട്ട് നമ്മൾ പറയാറുണ്ട്. അത് മുമ്പ് എഴുതിയിട്ടുണ്ട്, വായിച്ചവർ ക്ഷമിക്കുക. 2 പേരിരിക്കുന്ന സീറ്റല്ലേ ബസ് ധാരാളം ഉണ്ടാവുക. അല്ല, ഒന്നാമത് ബസ്സിന്റെ ചുമരോട് ചേർന്നിരിക്കുന്ന ആളുണ്ടാവില്ലേ, അയാൾ തടിച്ച ആളായാലും മെലിഞ്ഞ ആളായാലും സീറ്റിന്റെ 70% സ്ഥലം അപഹരിക്കുന്നത് പുതിയ കാഴ്ചയാണ്. ഞാൻ 74 മുതൽ ബസ്സിൽ യാത്ര ചെയ്യുന്ന ആളാണ്. മിനിഞ്ഞാന്നും ബസ്സിൽ പോയിരുന്നു. 84 എങ്ങനെ ബസ്സിൽ ആള് പോയെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പൊ അടുത്ത കാലത്ത് ഒരു 10-12 കൊല്ലമായിട്ടുള്ള വ്യത്യാസമാണ്. 70% സീറ്റും ഒന്നാമത്തെ ആൾ ഒക്കുപ്പ് ചെയ്യും. കഥ തുടങ്ങുന്നേ ഉള്ളൂ. രണ്ടാമത്തെ ആൾ വളരെ കഷ്ടപ്പെട്ടിരിക്കണം. ഇയാൾ കുറച്ച് തള്ളുകയൊക്കെ ചെയ്യും. തള്ളിയാലും അയാൾ ഒന്ന് വെറുതെ നോക്കിയിട്ട് അനങ്ങില്ല. സത്യമല്ലേ? പാലക്കാട് അങ്ങനല്ലേ, തൃശ്ശൂർ അങ്ങനല്ലേ, ആലപ്പുഴ അങ്ങനല്ലേ, എല്ലായിടത്തും അങ്ങനെ തന്നെ. അത് കേരളീയമായ ദൃശ്യം. ഇതൊക്കെ കേരളീയത എന്ന് പറയുന്നത്. ഇപ്പോൾ മറ്റല്ല, ഓണോ വിഷു ഒന്നുമല്ല, ഇതൊക്കെ കേരളീയത. കഥ തുടങ്ങുന്നേ ഉള്ളൂ. തിരിച്ചുള്ള മടക്ക യാത്രയിൽ ഇങ്ങനെ കഷ്ടപ്പെട്ട ഈ കക്ഷിയില്ലേ, അയാള് ഒന്നാം സീറ്റിലിരിക്കുന്നത് എങ്ങനെ ഇരിക്കുക? എൻ്റെ നിരീക്ഷണം, വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാവാം, ഇയാളും 70% സീറ്റ് തന്നെ ഇരിക്കുക. തൻ്റെ ഒന്നാം ബസ് യാത്രയിൽ നിന്നുണ്ടായ പീഡനത്തിൽ നിന്ന് അയാൾ ഒരു ചരിത്ര പാഠവും പഠിക്കാൻ തയ്യാറായില്ല. അയാൾ മറ്റേയാൾ ഇറങ്ങിപ്പോയിട്ടുണ്ടാവും, പക്ഷെ അയാളോട് പ്രതികാരം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അടുത്ത ആൾ പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വിടർന്നും പടർന്നും ഇരിക്കും. ഇതൊരു ബസ് യാത്രയുടെ കഥയാണ്. ഇതൊക്കെ വായിക്കുമ്പോഴാണ് കടൽ തീരത്ത് നമ്മൾ ഓർമ്മ പോകുന്നത്. മ്യൂച്വാലിറ്റി, സാഹോദര്യം എന്നോ കോംറേഡ്ഷിപ്പ് എന്നോ എന്തു പറഞ്ഞാലും ഈ കാര്യം. നീലിയെ കാണുന്നു. നീലിയെ ഒരു പക്ഷിയുടെ ഒച്ച പോലെ, അത്രേ ഉള്ളൂ. നീലിയെ വെള്ളായി അച്ചോ. നിശബ്ദതയിൽ 2 വാക്കുകളുണ്ട്, പക്ഷെ 2 വാക്കുകൾ കൊണ്ട് ഒരുപാട് സാഹോദര്യത്തിന്റെ പാഠങ്ങൾ, വളരെ ശുദ്ധ പാഠങ്ങൾ അവർ കൈമാറുകയാണ്. ഇതൊക്കെയാണ് ഇതിലെ വലിയ സന്ദർഭം. പക്ഷെ കുണ്ടുണ്ണിയെ നിയമവ്യവസ്ഥക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. കുണ്ടുണ്ണി ചെയ്ത കുറ്റം എന്തെന്ന് കുഞ്ഞുണ്ണിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ കുണ്ടുണ്ണിക്ക് വിഷയത്തെ, കുണ്ടുണ്ണി എന്ന യുവാവിന്റെ ചരിത്രത്തെ നിയമവ്യവസ്ഥക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അയാളെ കൊന്നുകളയുന്നു. അവസാനം കണ്ണൂർ കടപ്പുറത്തേക്ക് പോകുന്നു. കടപ്പുറത്തേക്ക് പോകുമ്പോൾ അച്ഛനാണ് മകന് ബലിയിടുന്നത്. അങ്ങനെയൊക്കെ വേണ്ടി വരും, അങ്ങനത്തെ ഒരു കാലാണെന്ന് അർത്ഥം. മകൻ നേരത്തെ പോയാൽ പിന്നെ ആര് ബലിയിടാൻ? വിജയന്റെ ഉടനീളമുള്ള ബലി എന്ന് പറഞ്ഞ വിജയന്റെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പോ ആരോ വന്നിട്ട് ആ ബലികർമ്മത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അത് കാക്കകളാണ്. കാക്കകളുമായിട്ടുള്ള മ്യൂച്വാലിറ്റി എന്ന ആശയത്തെ ഊന്നിക്കൊണ്ട് സാഹോദര്യത്തെ പറ്റി, പുതിയൊരു ലോകത്തെക്കുറിച്ചുള്ള വിചിത്രമായ സ്വപ്നം എന്ന് പറയാവുന്ന കഥയാണ് കടൽ തീരത്ത്. ഇനി ഞാൻ വളരെ രൂക്ഷമായിട്ടുള്ള കഥയെക്കുറിച്ച് പറഞ്ഞു നിർത്തും. മുരുകൻ നായർ എന്നുള്ള കഥയാണ്. അധികാരം, രതി, നാടൻ ദൈവത സങ്കല്പങ്ങൾ, ഫാന്റസി, ഇതൊക്കെ റിയലിസം, ഇതൊക്കെ ചേർന്ന് വിചിത്രം. അയാൾ പോലീസുകാരനാണ് മുരുകൻ നായർ. വളരെ ഒരു ദ്രാവിഡ ഭക്തനുമാണ്. അത് രതിയുടെ ഒരു കോമരം കൂടിയാണ്. ഇതെല്ലാം ചേർന്നൊരു വിചിത്ര സ്വഭാവമുള്ള ആളാണ്
ഈ മുരുകൻ നായർ. ഈ സച്ചി മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ അയ്യപ്പനും കോശിയും എന്നുള്ള സിനിമയുണ്ട്. ആ സിനിമയുടെ ഒരു സോഴ്സ് അത് സച്ചി കഥ വായിച്ചോ എന്നുള്ളതല്ല കേട്ടോ, അതെനിക്ക് അറിഞ്ഞോളാം, അയാൾ ചോദിക്കാൻ പറ്റില്ല, മരിച്ചുപോയി. അതന്നല്ല നമ്മൾ വായിക്കുമ്പോൾ, സിനിമ കണ്ട ഒരാൾ ഈ കഥയും കൂടി വായിക്കുമ്പോൾ പാലക്കാട്ടെ ഈ കൾച്ചർ ഉണ്ട് എന്ന് വിജയൻ കണ്ടെത്തിയ ഈ കൾച്ചർ ഈ കൃതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് ന്യായമായും വാദിക്കാൻ വേണ്ടി സാധിക്കും എന്ന് മാത്രം ഞാൻ പറയുന്നു. ഞാൻ അവസാനിപ്പിക്കാറായി. ഈ അസാധാരണമായ ഒരു സാംസ്കാരിക വിദ്യാഭ്യാസമാണ് വിജയൻ തരുന്നത്. വിദ്യാഭ്യാസം ഞാൻ പറഞ്ഞു പോയി, ക്ഷമിക്കണം, വിദ്യാഭ്യാസങ്ങൾ, അസാധാരണങ്ങളായിട്ടുള്ള സാംസ്കാരിക വിദ്യാഭ്യാസങ്ങൾ വിജയന്റെ കൃതികൾ ചെയ്യുന്നത്. അതുകൊണ്ട് കുറച്ച് മാസങ്ങളായി ഞാൻ തമാശക്കും കാര്യമായിട്ടും ഒരു വാക്ക് പറയാറുണ്ട്, OV വിജയോളജി എന്നൊരു സാധ്യതയുണ്ട് എന്ന്. തമാശയായിട്ട് ആലോചിച്ചാണ്, പക്ഷെ ഇപ്പൊ കാര്യമായിട്ടാണ് പറയുന്നത്. വാക്ക് ഇങ്ങനെ തമാശ തോന്നിയതാണ്. അങ്ങനെ ഒരു സംഗതിയുണ്ട്. കാരണം അങ്ങനെയുള്ള എഴുത്തുകാരെ നമുക്ക് മലയാളത്തിൽ വേറെ ഇല്ല. ഇത്രയേറെ ചർച്ചകൾ വേണം, മ്യൂച്വാലിറ്റി വേണം. ഇങ്ങനെയുള്ള ഭാഷകളുടെ പല സ്കൂളുകൾ ഒന്നിച്ച് പ്രവർത്തിക്കുന്ന ഒരു മഹാവിദ്യാലയമായിട്ട് നോവലിനെ സങ്കല്പിക്കാൻ പറ്റണം എന്നൊക്കെയുള്ള ആശയങ്ങൾ നമുക്ക് അങ്ങനെയില്ല. നമ്മൾ ഒരു സന്ദർഭത്തിന്റെ പകർപ്പെഴുത്തുമായിട്ടാണ് നോവൽ മിക്കവാറും സങ്കല്പിക്കപ്പെടുന്നത്, വായിക്കപ്പെടുന്നത്. പക്ഷെ അങ്ങനെയല്ല, പല പല വികാരത്തിന്റെ വീണകളുള്ള, തന്ത്രികളുള്ള, വിചാരത്തിന്റെ വഴികളുള്ള ഒരു വലിയ കൗണ്ടർ ടെക്സ്റ്റ്, ഒരു എതിർ പാഠമാണ്. ഈ അധികാരികളുടെ പാഠത്തിന് വിരുദ്ധമായിട്ടുള്ള വലിയ പാഠമാണ് നോവൽ അല്ലെങ്കിൽ ചെറുകഥ എന്നുള്ള വിചാരം വിജയന് ഉണ്ട്. അത് അസാധാരണമായിട്ടുള്ള സാംസ്കാരിക ബോധനങ്ങളുടെ ഒരു സ്ഥലമാണ്. ഇതൊക്കെ വെച്ചുകൊണ്ട് OV വിജയോളജി എന്നൊരു സംഗതി സാധ്യമാണ്. അതിനെപ്പറ്റി ആലോചിക്കേണ്ടതുണ്ട് എന്ന് തമാശ മട്ടിലല്ലാതെ പറയുന്നു. ആഷ മേനോൻ പറഞ്ഞൊരു കാര്യം പറഞ്ഞപ്പോൾ അവസാനിപ്പിക്കാം. കഴിഞ്ഞ വർഷം വിജയന്റെ ജന്മദിനം തസറാക്കിലെ സ്മാരകത്തിൽ നിന്ന് ആഘോഷിച്ചപ്പോൾ വളരെ നിസ്സാരം തോന്നുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ആഷാ മേനോൻ പറഞ്ഞു. ആഷാ മേനോനാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ നിരൂപകൻ വിജയന്റെ. അദ്ദേഹം പറയണ്ടായി, ഈ പാലക്കാട് നിസ്സാരമായിട്ടാണ് പറഞ്ഞു, പക്ഷെ വലിയ കാര്യമാണ്. പാലക്കാട് ഈ കരിമ്പന പണ്ടേ ഉണ്ട്. പക്ഷെ ഈ കരിമ്പനക്ക് ഇത്ര വലിയ പ്രമേയ ഭാരമുണ്ട് എന്ന് വിജയന്റെ ഖസാക്ക് വന്നതിന് ശേഷമാണ് മാലോവർക്ക് ബോധ്യപ്പെട്ടത് എന്ന് ആഷാ മേനോൻ പറഞ്ഞതിന് ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. അതാണ് ഒരു എഴുത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. തെങ്ങ് പോലെ ഒരു സാധാരണ വൃക്ഷമാണ് കരിമ്പന. പക്ഷെ ഇതിന് ഇങ്ങനെയൊക്കെ ധ്വനികളുണ്ട്, ഇങ്ങനെയൊക്കെ ഒരു ആശയശില്പം കൂടിയാണ് കരിമ്പന എന്ന് മേനോൻ പറഞ്ഞു. അത് അദ്ദേഹം വളരെ ഈസിയായി ഞാൻ പറഞ്ഞ മട്ടിലും കൂടിയാണ്, വളരെ ഒരു സാധാരണ പ്രസ്താവനയായിട്ടാണ് മേനോൻ പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ പല സ്ഥാനങ്ങൾ, പല പദസ്ഥാനങ്ങൾ, പല പ്രമേയസ്ഥാനങ്ങൾ കൊണ്ടുവരികയും മലയാള നോവലിനെ വല്ലാതെ എംപവർ ചെയ്യുകയും ചെയ്ത, ശക്തിപ്പെടുത്തുകയും ചെയ്ത ഒരു വലിയ പ്രതിഭയുടെ പേരാണ് വിജയൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞ ആശയത്തിലേക്ക് തിരിച്ചു വരുന്നു. ലോകങ്ങൾ തന്നെ പറയണം. ഒരു ലോകം മാത്രമേ ഉള്ളൂ, ഒരു അധികാരി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലത്ത് നമുക്ക് പ്രതിഷേധിക്കാനുള്ള ജന്മവാസന ഉണ്ടെങ്കിൽ ലോകങ്ങൾ എന്ന് പറയണം. അതാണ് വിജയന്റെ കൃതികളിൽ നിന്ന് മൗലികമായി നമ്മൾ മനസ്സിലാകുന്ന കാര്യം. വിജയൻ ഒരുപാട് ലോകങ്ങളെ കൂട്ടിയിണക്കി മനുഷ്യ ചരിത്രത്തിന്റെ, കേരള ജീവിതത്തിന്റെ ഒരു സവിശേഷ സർഗാത്മക ചരിത്രം എഴുതിയ ആളാണ്. അദ്ദേഹത്തെക്കുറിച്ച്, അദ്ദേഹത്തിന്റെ എഴുത്തു ലോകത്തെക്കുറിച്ച് 1 മണിക്കൂർ സംസാരിക്കാൻ അവസരം കിട്ടി. അതിന് സാഹിത്യ അക്കാദമിയോട് നന്ദി പറയുന്നു. അതിലേറെ ഇവിടെ ശ്രദ്ധിച്ച കേട്ട മുഴുവൻ സുഹൃത്തുക്കളോട് നന്ദി അറിയിക്കുന്നു.